പൂർണ്ണമായും ഈ പറയുന്ന അൻവറുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അദ്ദേഹത്തിൻ്റെ തന്നെ നിലപാടിനെ തുടർന്ന് ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. പൊതുവായിട്ടുള്ള വിഷയങ്ങളിൽ പാർട്ടി ഓഫീസിൽ പാവങ്ങൾ കത്തുമായി വരും, ഇന്നും വരുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാനാണ് പാർട്ടി സെക്രട്ടറി അവിടെ ഇരിക്കുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട് ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ഓട്ടോറിക്ഷയിൽ പോകുന്ന പാർട്ടി സെക്രട്ടറി ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. എന്താ അറിയോ, ഈ സാധുക്കൾ കണ്ടാൽ സഖാവെ ഒന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഇറങ്ങേണ്ടി വരും. ഇറങ്ങിയ നാണക്കേടാണ്, നടക്കൂല. പാർട്ടി ഓഫീസുകളിൽ ആളുകൾ പൊതുപ്രശ്നവുമായി വരാതായി. ഇനിയൊന്നും പേടിക്കാനില്ല, തീപ്പന്തം പോലെ കത്തുമെന്ന് PV അൻവർ. സ്വന്തം പാളയത്തിൽ ഇരുന്നൊരാൾ കത്തിപ്പിടിക്കുമ്പോൾ അതിന്റെ തീ കായാനിരിക്കുന്നതിന്റെ അപകടം തിരിച്ചറിഞ്ഞ് എല്ലാ ബന്ധവും എന്നേക്കും അവസാനിപ്പിച്ചിരിക്കുന്നു CPM. 2 PVക്കും കൂടി ഇടത്തിന് ഇടമില്ലെന്ന് സാരം. മിണ്ടരുതെന്ന് പറഞ്ഞതിന് ശേഷം മിണ്ടാതിരുന്നിട്ടേ ഇല്ല അൻവർ. സൗകര്യമില്ലെന്ന് തിരിച്ചടിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ ഇടതുപക്ഷത്തിരുന്നെങ്കിൽ പുറത്തായതിന്റെ പരിമിതികളില്ലായ്മയും കൂടിയുണ്ട് ഇനി കൂട്ട്. സമ്മേളനകാലമാണ്. പാർട്ടിയിലും നിയമസഭയിലും മറുപടി വേണം. ഓരോ ദിവസവും അടിയന്തര പ്രമേയവുമായി പ്രതിപക്ഷമെത്തും. പിണറായി വിജയന്റെ പിന്നിലെ സീറ്റിൽ PV അൻവറിനെ കണ്ടാണ് നമ്മുടെ ശീലം. എവിടെയിരിക്കും നിലമ്പൂർ PV? സ്വതന്ത്രനായിരുന്നാൽ കിട്ടുന്ന സമയക്കൂടുതലിൽ സഭയിലും കാണാം നിലമ്പൂർ കൊമ്പന്റെ ആറാട്ട്. ലീഗ് എടുക്കില്ല, കോൺഗ്രസിലേക്കില്ല എന്നൊക്കെ വാർത്താ സമ്മേളനത്തിൽ എണ്ണിപ്പറഞ്ഞ അൻവർ കയ്യും കാലും വെട്ടുമെന്ന സഖാക്കളുടെ മുദ്രാവാക്യത്തിന് മറുപടി പറയാൻ പൊതുസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ശക്തി പ്രകടനമായി പുതിയ പാർട്ടിയാണ് ലക്ഷ്യമെങ്കിൽ അൻവർ തീപ്പന്തമാകുമോ? ബന്ധം അവസാനിപ്പിച്ചാൽ എല്ലാം അവസാനിക്കുമോ? പരിമിതികളില്ലാത്ത അൻവറിനെ പാർട്ടി പേടിക്കണോ? പാർട്ടിക്കോ അൻവറിനോ അണികളുടെ പിന്തുണ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. CPM-ൽ നിന്ന് ശ്രീ ജെക്സി തോമസ്, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് BRM ഷഫീർ, BJP-യിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യർ. വിശദമായ ചർച്ചയിലേക്ക് കടക്കാം. ശ്രീ ജെക്സി തോമസ്, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. ശ്രീ ജെക്സി തോമസ്, അങ്ങനെ ഞാനൊരു സെക്യൂരിറ്റി ജീവനക്കാരന് തുല്യനായിരുന്നു. ഇതുവരെ ഗേറ്റിനകത്താണ് നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് പോകുന്നു. ഇനി എനിക്കൊന്നും പേടിക്കാനില്ല, ഞാനൊരു തീപ്പന്തം പോലെ കത്തും എന്നാണ് PV അൻവർ പറയുന്നതെങ്കിൽ, അങ്ങനെ PV അൻവർ തീപ്പന്തമാകുമ്പോൾ പാർട്ടിക്ക് പൊള്ളുമോ അതോ പാർട്ടി അത് തല്ലിക്കെടുത്തുമോ? പാർട്ടി വിരുദ്ധരുടെ കളിപ്പാവകളായി സ്വയം തീപ്പന്തമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള അനേകായിരം മിന്നാമിനുങ്ങും നുറുങ്ങുവെട്ടങ്ങളെ കേരളത്തിലെ CPIM ഇപ്പോഴല്ല 957 മുതൽ ഐക്യ കേരളത്തിൻ്റെ രൂപീകരണ ചരിത്രം മുതൽ ഇന്നേ വരെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിരവധി പേരെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. സ്വയം തീപ്പന്തമാണെന്ന് തെറ്റിദ്ധരിച്ച് മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടത്തോളം പോലും വെളിച്ചമില്ലാതെ പോയ എത്രയെത്ര ആളുകളുടെ ചരിത്രത്താൽ രക്തപങ്കിലമാണ് നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം. അതുകൊണ്ട് ഇപ്പോൾ തീപ്പന്തമാണെന്ന് സ്വയം കരുതുന്ന ഈ മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടങ്ങളെ ഒന്നും ഞങ്ങൾക്ക് പരിഗണിക്കേണ്ടതേയില്ല. അവർക്കൊന്നും കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ ശത്രുവാകാനുള്ള വലിപ്പം പോലും ഉള്ളതായി ഞങ്ങൾ കരുതുന്നതുമില്ല. പാർട്ടി ജനങ്ങളുമായി സഹകരിച്ച് ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ട് അവരുടെ വിശ്വാസത്തിലെടുത്ത് വർദ്ധിത കരുത്തോടുകൂടെ കൂടുതൽ മുന്നേറ്റത്തോടുകൂടെ തന്നെ യാത്ര അപങ്കുരം തുടരും. ഒരു സംശയവും വേണ്ടതില്ല. ശ്രീ ജെക്സി തോമസ്, മിത്രമാകാൻ മാത്രം പ്രാധാന്യം പാർട്ടി കണ്ടുപിടിച്ച ഒരാൾക്ക് ശത്രുവാകാൻ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ പോകുന്നത് എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ എന്നുള്ളതൊരു ചോദ്യമാണ്. ഇപ്പോ അവനവന്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നാണ് PV അൻവർ പറയുന്നത് ഞാനൊരു തീപ്പന്തമാകുമെന്ന്. ഒരാളുടെ രാഷ്ട്രീയ ബോധ്യത്തെ മറ്റൊരു രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്ന് നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. അത് ജനാധിപത്യവുമല്ല. എങ്ങനെയാണ് PV അൻവർ ഒരു ചെറിയ മനുഷ്യനാണ് എന്ന് തള്ളി പറയാൻ കഴിയുന്നത് ഇത്രകാലവും കൂടെ നിന്ന പാർട്ടിക്ക്? തീർച്ചയായും അങ്ങയുടെ ചോദ്യത്തിൻ്റെ ചില ഭാഗങ്ങളെങ്കിലും പ്രസക്തമാണ്, വസ്തുതാപരമായി ശരിയുമാണ്. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് പലതവണ അവിടെ തന്നെ മത്സരിച്ച് പരാജയപ്പെട്ട ചരിത്രമുള്ള ഇപ്പോഴത്തെ നിലമ്പൂർ MLA വിജയിച്ച ജനപ്രതിനിധിയായി കേരള നിയമസഭയിലേക്ക് നടന്നു കയറുന്നത്. അദ്ദേഹം ഒട്ടൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമീപനങ്ങളോട് ചേർന്നാണ് മഹാഭൂരിപക്ഷ ഘട്ടങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴെത്തുമ്പോഴോ അദ്ദേഹം തുടർച്ചയായി വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നു. ഈ വാർത്താ സമ്മേളനങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ മിത്രങ്ങൾ ആരൊക്കെയാണെന്ന്
ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും അദ്ദേഹത്തിന്റെ പുതിയ മിത്രങ്ങൾ ആരൊക്കെയാണ് എന്ന്. അദ്ദേഹം ഇടതുമുന്നണിയുടെ ഒരു MLA ആയി കേരള നിയമസഭയിലേക്ക് നടന്നെത്തിയ കാലം മുതൽ ഇന്ന് വരെ കേരളത്തിലെ പൊതുവിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് സ്വീകരിച്ചിരുന്ന സമീപനം എന്തായിരുന്നു? പലപ്പോഴും ഇത്തരത്തിലുള്ള വൈകുന്നേര ചർച്ചകളിലെ മുഖ്യ കഥാപാത്രമായി ഇപ്പോഴത്തെ നിലമ്പൂർ MLA വന്നിട്ടുണ്ട്. ഇന്ന് തോളത്ത് കൈയിട്ട് നിൽക്കുന്ന, ഇന്ന് നിലമ്പൂർ MLAയുടെ തോളത്ത് കൈയിട്ട് നിൽക്കുന്ന പല മാധ്യമ സുഹൃത്തുക്കളും പല മാധ്യമ സ്ഥാപനങ്ങളും അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള പട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? നിലമ്പൂർ MLA ഒരു കള്ളനാണ്, നിലമ്പൂർ MLA ഒരു കയ്യേറ്റക്കാരനാണ്, നിലമ്പൂർ MLA റിസോർട്ട് മാഫിയയുടെ ആളാണ്, നിലമ്പൂർ MLA ഭൂമാഫിയയുടെ ആളാണ്, നിലമ്പൂർ MLAക്ക് മലപ്പുറം കേന്ദ്രീകരിച്ച് മറ്റു പല അവിശുദ്ധ ബന്ധങ്ങളുണ്ട്, നിലമ്പൂർ MLAക്ക് മലപ്പുറത്തും മറ്റു പല അവിശുദ്ധ ബിസിനസ് കച്ചവട തന്ത്രങ്ങളും ഏർപ്പാടുകളുമുണ്ട്. അങ്ങനെ കയ്യേറ്റക്കാരനും കള്ളനും ഭൂമാഫിയക്കാരനും റിസോർട്ട് മുതലാളിയും ഒക്കെയായിരുന്ന നിലമ്പൂർ MLA CPIM-നെ എതിർക്കുന്നു എന്നുള്ളതോടുകൂടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് പരിപൂർണമായി ഞാൻ തള്ളിപ്പറയുന്നു, അങ്ങോട്ടേക്കില്ല എന്ന് ഇന്നലെ രാത്രി നടത്തിയ പ്രഖ്യാപനത്തോടുകൂടെ പുതിയ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ തേടിയെത്തുകയാണ്. ആരൊക്കെയാണ് അദ്ദേഹത്തെ തേടിയെത്തിയ പുതിയ സുഹൃത്തുക്കൾ? ഇന്ന് രാവിലെ നോക്കുമ്പോൾ പോക്സോ കേസിൽ പ്രതികളായി എന്ന് പലപ്പോഴും ആരോപണം നേരിടേണ്ട വന്ന ചാനലിന്റെ ക്യാമറ സംഘം ഇന്ന് അദ്ദേഹത്തിന്റെ അടുക്കളയിലാണ്, അദ്ദേഹത്തോടൊപ്പം ചായ കുടിക്കുകയാണ്. അഖില ലോക അലപലാതിയായി നമുക്ക് എല്ലാവർക്കും വിലയിരുത്താൻ കഴിയുന്ന മറുനാടൻ മലയാളി അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് ഇന്ന് പ്രതികരണങ്ങൾ നടത്തുകയാണ്. അതായത്, നിങ്ങൾ ഇടതുപക്ഷ വിരുദ്ധരായാൽ, നിങ്ങൾ ലക്ഷണമൊത്ത ഒരു CPM വിരുദ്ധനായാൽ നിങ്ങളെ സ്വീകരിക്കാൻ കേരളത്തിൽ പോക്സോ കേസിൽ പ്രതികളായവരുടെ ചാനൽ മുതൽ മറുനാടൻ മലയാളി വരെ ഉണ്ട് എന്നുള്ളത് നിലമ്പൂർ MLA-യിലൂടെ തന്നെ ഇന്ന് കേരളം കാണുകയാണ്. ഒരു സാദൃശ്യം കൂടിയാണ്. ഞാൻ ഈ ഒരൊറ്റ ചോദ്യം കൂടി അങ്ങോട്ട് ചോദിച്ചതിന് ശേഷം മറ്റതിലേക്ക് പോകാം. അവിടെ ഒരു സാദൃശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെപ്പോൾ ഇടതുവിരുദ്ധനാകുന്നു അല്ലെങ്കിൽ ഇടതിന് CPM-ന് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു, അപ്പോൾ നിങ്ങൾ സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടി സംസ്ഥാനത്തെ പോലീസിന്റെ മനോവീര്യം തകർക്കുന്നവരാകും. അപ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ നിന്ന് അനഭിമതമായ കാര്യങ്ങളിൽ ഇടപെടൽ തേടി അത് കിട്ടാതാകുമ്പോൾ പലതും വിളിച്ചു പറയുന്നവരാകും എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നാണ്. എത്ര കാലം ഈ പറയുന്ന മാധ്യമങ്ങളും PV അൻവറും തമ്മിൽ ഇപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അടുപ്പ കൂടുതലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ആദ്യ വാർത്താ സമ്മേളനത്തിന് വരുമ്പോൾ PV അൻവർ മാധ്യമങ്ങളോട് പറയുന്നത്, ഞാനും നിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രശ്നമുണ്ടെന്ന് അൻവറിനും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്നിടത്തു നിന്നാണ് ഞാനതൊക്കെ പറയുന്നത്. പക്ഷെ അവിടെ നിന്ന് PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ ചോദ്യങ്ങളായിട്ടാണ് ഞാൻ എന്തായാലും, അല്ലെങ്കിൽ മാതൃഭൂമി എന്തായാലും ഉന്നയിച്ചിട്ടുള്ളത്, സ്റ്റേറ്റ്മെന്റുകളായിട്ടല്ല എന്നുള്ളതാണ് എൻ്റെ ഉറച്ച ബോധ്യം. അപ്പോൾ മുഖ്യമന്ത്രിയാണ് പറയുന്നത്, ഈ മാധ്യമങ്ങൾ PV അൻവറുമായി ഉടക്കിയ കാലത്ത് നിങ്ങൾക്കും അദ്ദേഹത്തിനും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കത് പ്രശ്നമാകും എന്ന് രാഹുൽ ഗാന്ധിയുടെ DNA-യുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായ സമയത്ത് മുഖ്യമന്ത്രി പ്രതിരോധിച്ചത് അങ്ങനെയാണ്. അപ്പോൾ രാഷ്ട്രീയമായ അത്തരം പ്രതിരോധം ഉയർത്തിയിരുന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ ലോബിയിങ് നടത്തുന്നവനാക്കിയത്. കള്ളക്കടത്ത് സംഘങ്ങൾക്ക് വേണ്ടി ഒരറ്റം കടന്ന് കേരള പോലീസിന്റെ ആത്മവീര്യം തകർക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവനായി ചിത്രീകരിച്ചതൊക്കെ. അപ്പോ അതൊരു താരതമ്യമാണ് അല്ലെ ശ്രീ ജേക്സി തോമസ്? തീർച്ചയായിട്ടും അങ്ങേക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. കാരണം നമ്മളൊക്കെ പൗരന്മാരായി ഇന്ത്യ രാജ്യത്ത് സ്വതന്ത്ര അഭിപ്രായ പ്രകടനം നടത്താനുള്ള അവകാശത്തോടു കൂടെ ജീവിക്കുന്നവരാണല്ലോ. പക്ഷെ പ്രത്യേകത എന്താണ്? ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ്? അങ്ങ് ഏകപക്ഷീയമായി ചില പ്രത്യേക ഘട്ടങ്ങളെ മാത്രം മുറിച്ചെടുത്തിട്ടാണ് അങ്ങ് വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതേ മുഖ്യമന്ത്രി ഇന്ന് പരസ്യമായി CPIM-ന്റെ ബന്ധം അവസാനിച്ചു എന്ന് ഇന്നലെ നിലമ്പൂർ MLA വാർത്താ സമ്മേളനത്തിന് ശേഷം ഇന്ന് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കേണ്ട വന്ന ഘട്ടത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഇന്ന് രാവിലെ ന്യൂഡൽഹിയിൽ കേരള ഹൗസിൽ വെച്ച് നിങ്ങളെ വീണ്ടും കണ്ടു. നമ്മളുടെ വിഷയം അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമായി അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ്, അതിന്റെ മെറിറ്റാണ് നമ്മളുടെ പ്രശ്നമെങ്കിൽ ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങ് നടത്തിയ പ്രതികരണങ്ങളോടൊപ്പം ചേർത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗം എന്തേ അങ്ങ് വിട്ടുപോയി? അതിലെ സുപ്രധാനമായ ഒരു ഭാഗം എന്താണ്? നിലമ്പൂർ MLA എവിടെ നിൽക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല. അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങളും ഇപ്പോൾ കേരളത്തിലെ സർക്കാർ നിയോഗിച്ചിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും ഒരു തടസ്സവും കൂടാതെ അപങ്കുര മനസ്യൂതം അങ്ങനെ തന്നെ മുമ്പോട്ടേക്ക് പോകും. ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഇതിനോടകം ആരൊക്കെ കണ്ടുകെട്ടപ്പെട്ടു, എത്രയൊക്കെ ഏമാന്മാർക്ക് തൊപ്പിതെറിക്കപ്പെട്ടു, ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം നേരിടേണ്ടതായി വന്നു, ഏതൊക്കെ ജില്ലാ പോലീസ് മേധാവിമാർക്ക് തൊപ്പി ഊരി വെച്ച് വീട്ടിൽ പോയിരുന്നു ഇപ്പോഴത്തെ ഈ ചർച്ചയിരുന്ന് കാണേണ്ടതായി വന്നു. ഇതൊക്കെ ആര് സ്വീകരിച്ച നടപടിയാണ്? ഈ നിലമ്പൂർ MLA ന്യായമാണ് എന്ന് തോന്നിയ കാര്യങ്ങൾ കേരളത്തിൽ നിങ്ങളുടെ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടെ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയർത്തിയപ്പോൾ ആ കാര്യങ്ങൾ ആരുയർത്തുന്നു എന്നതിനപ്പുറം ആ വിഷയത്തിൽ മെറിറ്റ് ഉണ്ടോ എന്ന് പരിശോധിച്ച നടപടിയിലേക്ക് നീങ്ങിയ ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ശ്രദ്ധയിലേക്ക് ഒരൊറ്റ കാര്യം മാത്രം ചൂണ്ടിക്കാണിക്കുന്നു, ആ താരതമ്യവും മാധ്യമങ്ങൾക്ക് അർഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം
നിലമ്പൂർ MLA PV അൻവർ എവിടെ നിന്നു എന്നോ അല്ലെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങളോട് മാധ്യമപ്രവർത്തകരെ വ്യക്തിപരമായി പോലും മുൻപും ആക്രമിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും പരിഗണിച്ചല്ല മാധ്യമങ്ങളും അദ്ദേഹം എന്തു പറയുന്നു എന്നതിന്റെ മെറിറ്റ് എടുത്തുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. മാത്രമല്ല PV അൻവർ ഊഴമിട്ട് പല മാധ്യമങ്ങളിലും ഇരിക്കുമ്പോൾ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളിലെ തന്നെ ഘടകവിരുദ്ധത, മുമ്പ് മുഹമ്മദ് റിയാസിനെ പറ്റി അദ്ദേഹം ഇട്ട പോസ്റ്റുകൾ, ഇപ്പോൾ പറയുന്ന നിലപാടുകൾ, ഇതൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ CPM സംരക്ഷിച്ചതുപോലെ തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു താരതമ്യമുണ്ട്. പണ്ട് എങ്ങനെയാണത് വിരുദ്ധപക്ഷത്ത് നിന്നത് എന്നത് അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നതിന് ഒരു താരതമ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. ഞാൻ എങ്ങനെയൊക്കെ വരാം. ശ്രീ BRM ഷഫീർ, ആരൊക്കെയാണ് PV അൻവറിന്റെ പുതിയ മിത്രങ്ങൾ ആര് എന്ന് PV അൻവറിന്റെ ചോദ്യങ്ങളും പറച്ചിലും കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ എന്നാണ് ശ്രീ ജേക്സി തോമസ് ചോദിച്ചത്. ആ മിത്രങ്ങളുടെ പട്ടികയിൽ കോൺഗ്രസ് ഉണ്ടോ? ഞങ്ങൾ ആരെയും പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല, ഞങ്ങൾ ആരെ കൊണ്ടും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യവും ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾ കാലാകാലങ്ങളായി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പല കാര്യങ്ങളും അക്കമിട്ട് അടിവരയിട്ട് PV അൻവർ പറഞ്ഞാൽ അയാൾ എങ്ങനെയാണ് കോൺഗ്രസ് ആവുക? ഇപ്പോൾ സഖാവ് പിണറായി വിജയന് മുമ്പ് വരെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ DNA പരിശോധകനും ലാബ് ടെക്നീഷ്യനുമായിരുന്നല്ലോ ഈ പറയപ്പെടുന്ന PV അൻവർ. ഇവിടെ ഇരിക്കുന്ന പല സഖാക്കന്മാർക്കും സൈബർ കടന്നലായിരുന്നല്ലോ, അമ്പൂക്കയായിരുന്നല്ലോ ഈ പറയപ്പെടുന്ന PV അൻവർ. ആർക്കെതിരെയും എന്തും പറയിക്കുന്ന മെഗാഫോണായിരുന്നില്ലേ ഈ PV അൻവർ? ഇപ്പോഴെന്താ PV അൻവർ സ്വർണം പൊട്ടിക്കലിൻ്റെ ആളാണ്. PV അൻവർ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പാരമ്പര്യം പേർന്നവനാണ്. എന്തൊക്കെയാണിപ്പോൾ എന്താ മാറ്റം? ഇവിടെ കാതലായി ഞങ്ങൾ ഉയർത്തുന്ന ചില പ്രശ്നങ്ങളുണ്ട്. എന്താണ്? PV അൻവർ പറയുകയാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയല്ലേ, RSSന്റെ കയ്യിലെ കളിപ്പാവയാണ് ഈ മറ്റേ PV എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ. RSSന് വേണ്ടിയിട്ട് RSSന്റെ ചങ്ങാത്തമുള്ള RSS പറയുന്ന ആളുകളെ നിയമിക്കാനും RSSന് ഇഷ്ടമുള്ളവരെ അവരെ മാറ്റാതിരിക്കാനുമുള്ള RSS ബന്ധമുള്ളയാളാണ്. മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് RSSകാരുമായി ചേർന്നുകൊണ്ട് പൂരം കലക്കിയവനാണ് മുഖ്യമന്ത്രി പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഏത് പൊട്ടനും മന്ത്രിയാകാം. പൊട്ടനായ മന്ത്രി മാത്രമല്ല, അതിൻ്റെ കൂടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുമാകാം. അല്പം നിർത്തിയിട്ട് പറഞ്ഞു, ഒരു പാർട്ടി രക്തസാക്ഷികളുടെ ബലികുടീരങ്ങളിൽ പടുത്തുയർത്തിയ പാർട്ടിയിൽ റിയാസ് മോൻ മാത്രം മതിയോ? റിയാസിന് വേണ്ടി മാത്രമായിട്ടൊരു പാർട്ടി ഉണ്ടോ? ഉത്തരം പറയേണ്ടതല്ലേ? ശ്രീ ഗോവിന്ദൻ എന്ന് പറയുന്ന അവരുടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് അയാൾ വളരെ ദുർബലനാണ്, നാക്കെടുത്ത് മിണ്ടാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ ആരാണ് മറുപടി പറയേണ്ടത്? കോൺഗ്രസ് ആണോ? അല്ലല്ലോ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന പരിണിതപ്രജ്ഞനായ നേതാവ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയ്ക്ക് കേരളത്തിൽ അവസരമുണ്ടാക്കി കൊടുക്കാതെ ദുഷ്ടത്തരം കാണിച്ചുകൊണ്ട് മകളെയും കുടുംബത്തെയും കൂട്ടി വിദേശയാത്രയ്ക്ക് പോകാനുള്ള തിടുക്കമായിരുന്നു പിണറായി വിജയന്. പറഞ്ഞതാരാ? അൻവറാണ്. മറുപടി പറയേണ്ടതാരാ? ഞങ്ങളാണോ? അല്ലല്ലോ. നിങ്ങൾ മറുപടി പറയണം. അതുപോലെ തന്നെ ഈ അതിനകത്ത് പറഞ്ഞു, ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ സ്വർണം പൊട്ടിക്കൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ, ഇപ്പോഴാണോ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഇപ്പോൾ കടത്തുകാരനായി മാറുന്നത്? എങ്ങനെയാണ് അദ്ദേഹം കടത്തുകാരനായി മാറിയത്? അപ്പം നിങ്ങളെ കൂടെ നിന്നാൽ ഏത് വിഷവും അമൃതായി മാറും. എന്നാൽ അവർ പുറത്തിറങ്ങിയാലോ അവർ കാളകൂട വിഷം. ഇതല്ലേ നിങ്ങളുടെ സമീപനം? ആ സമീപനമല്ലേ ചോദ്യം ചെയ്യേണ്ടത്? ഇവിടുത്തെ പ്രധാനപ്പെട്ട തർക്കം എന്താണ്? ഒന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധോലോകത്തിന്റെ താവളമായി മാറുന്നു, പൊതുസമൂഹം ചർച്ച ചെയ്യും സാർ. രണ്ടാമത്തെ വിഷയം എന്താണ്? RSSന് വേണ്ടി RSSന് മേധാവി പറഞ്ഞാലേ MR അനിൽകുമാറിനെ മാറ്റുള്ളൂ. മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് RSSുമായിട്ട് ബന്ധമാണ്. ഇവിടെ നേരത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞു, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്, പലരും പാർട്ടി വിട്ടുപോയിട്ടുണ്ട്. ഈ പാർട്ടി കൊടുങ്കാറ്റ് പോലെ ഉയർത്തു വന്നിട്ടുണ്ട്. ശരിയാണ്. അന്നൊക്കെ പലപ്പോഴും ശ്രീ MV രാഘവൻ പാർട്ടി വിട്ടപ്പോഴും ശ്രീ KR ഗൗരിയമ്മ പാർട്ടി വിട്ടപ്പോഴും പാർട്ടിക്ക് ഒരു ആത്മബലമുണ്ടായിരുന്നു, കാരണം പാർട്ടി ഉണ്ടായിരുന്നു. ഇന്നെന്താണ് നിങ്ങൾക്ക് അത്ര ആത്മവിശ്വാസമില്ലാതെ പോകുന്നത്? ഇന്ന് പാർട്ടിയില്ല, അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്ന് അൻവർ പറയുകയാണ്, ഞാൻ പറയല്ല, അൻവർ പറയുകയാണ്. എന്നിട്ട് ഇദ്ദേഹം ഒരു അല്പം കൂടി കടന്നിട്ട് പറയുകയാണ്, എന്താണ് അതിൻ്റെ വ്യത്യാസമെന്നറിയോ? അന്ന് ആ പാർട്ടിയെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കോ പാർട്ടി സെക്രട്ടറിക്കോ നേരെ ഒരിക്കൽ പോലും RSSുമായി ബന്ധപ്പെട്ട RSSന്റെ ബന്ധം ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നു എന്ന് ആ അന്നത്തെ നേതൃത്വത്തിനെതിരായി ഇതുപോലെ വിമർശനം ഉണ്ടായിട്ടില്ല. CPMന് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു. എന്താ ഇപ്പോഴത്തെ പ്രശ്നം? RSS അലങ്കാരമായി കൊണ്ടു നടക്കുന്നു PV അൻവർ പറയുന്നു. മറുപടി പറയണ്ടേ? രണ്ട്, അദ്ദേഹം ഉയർത്തിപ്പിടിച്ചൊരു കാര്യമുണ്ട്. ഒരു ജില്ലയെ, മലബാറിലെ മലപ്പുറം ജില്ലയിൽ
ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ല ഒരു ക്രിമിനൽ ജില്ലയാക്കാൻ വേണ്ടി ADGP ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യങ്ങളെയും മുദ്രാവാക്യങ്ങളെയും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിക്കൊണ്ട് കേസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇതാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് P. ശശി, ഞങ്ങൾ പോലും അത്രയും കടുപ്പിച്ച് പറഞ്ഞില്ല, P. ശശി അധോലോകമാപികയാണ്, MR അജിത് കുമാർ കാട്ടുകള്ളനാണ്. സർ, ഞങ്ങളുടെ ചോദ്യം ഇതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, ആ സൂര്യൻ അണഞ്ഞു. പാർട്ടിക്കാർക്കും സാധാരണക്കാർക്കും ഇന്ന് പരമപുച്ഛമാണ്. ഈ പാർട്ടിക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കുമാണ് ഏറ്റവും വലിയ നീതികേട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പി വി അൻവർ ഉന്നയിച്ച ഒരു ആരോപണം. ദൂരവ്യാപകമായ അലയൊലികളും പ്രത്യാഘാതങ്ങളും ഉണ്ടാകുന്ന ഒരു ആരോപണമായി നമുക്ക് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒന്ന്. ശ്രീ ജെക്സി തോമസ്, ഇപ്പോ അങ്ങ് പറയുന്നു പാർട്ടിയാണ് അൻവർ കടന്നാക്രമിക്കുന്നത് എന്ന്. ചെങ്കൊടി തൊട്ടുപോകരുത് അല്ലെങ്കിൽ ചെങ്കൊടി തൊട്ടു കളിക്കേണ്ട എന്ന് ബാനർ എഴുതി അൻവറിന്റെ ചിത്രം വരച്ച് അതിലൊരു ഇൻടു മാർക്ക് ഇട്ടുകൊണ്ടാണ് ഇന്ന് CPM-ന്റെ പ്രതിഷേധം അവിടെ നടക്കുന്നത്. അങ്ങ് ചോദിച്ചല്ലോ, മാധ്യമങ്ങളും പാർട്ടിയും തമ്മിലുള്ളൊരു വ്യത്യാസം, മാധ്യമങ്ങളും പാർട്ടിയും അൻവറിനെ ഡീൽ ചെയ്യുമ്പോഴൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ആ വ്യത്യാസം ഇന്നവിടെ കേട്ടു. അതെന്താണെന്ന് അറിയാമോ ശ്രീ ജെക്സി തോമസ്? അത് കയ്യും കാലും വെട്ടും എന്നാണ്. ഇക്കണ്ട നാട്ടുകാർ മുഴുവൻ കേൾക്കെ, ഇക്കണ്ട മാധ്യമങ്ങൾ മുഴുവൻ ക്യാമറ തുറന്നു വെക്കെ, ഇത്രയും അക്രമാസക്തമായ മുദ്രാവാക്യം വിളിക്കാനുള്ള രാഷ്ട്രീയ ബോധമേ നിങ്ങളുടെ അണികൾക്കും പ്രവർത്തകർക്കും നേതാക്കൾക്കും ഉള്ളോ? അതോ നിങ്ങൾക്ക് ഈ നാട്ടിലെ നിയമത്തെ പറ്റി ഒരു ബഹുമാനവും ഇല്ലാതായോ? നിങ്ങൾക്ക് ഈ നാട്ടിലെ ആഭ്യന്തര വകുപ്പിനെയും അത് നയിക്കുന്ന മന്ത്രിയെയും പറ്റി ഒരു ബഹുമാനവും ഇല്ലാത്തത് കൊണ്ടാണോ നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിരോധത്തിൽ, നിങ്ങളുടെ രാഷ്ട്രീയമായ ചെറുത്തുനിൽപ്പിൽ ഇത്തരം അക്രമവാസനകൾ ഇപ്പോഴും മുദ്രാവാക്യങ്ങളായി നിൽക്കുന്നത്? യെസ്, ഞാനതിൻ്റെ മറുപടിയിലേക്ക് വരാം. മുദ്രാവാക്യത്തിൻ്റെ രാഷ്ട്രീയ ശരിയെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആങ്കർ ചോദ്യം ചോദിച്ച് അവസാനിപ്പിച്ചത്. തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. മുദ്രാവാക്യത്തിൻ്റെയും രാഷ്ട്രീയ പ്രതികരണങ്ങളിലും ഒരു വാക്കുകൊണ്ട് പോലും ജനാധിപത്യ വിരുദ്ധതയുണ്ടെങ്കിൽ, രാഷ്ട്രീയം ചോർന്നു പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ പഴുതടച്ച ശരിതെറ്റുകളുടെ വിശകലനത്തിന് വിധേയമാക്കേണ്ടതാണ്. ഒരു മെന്റാലിറ്റിയാണ് പ്രകടമാക്കപ്പെടുന്നത്. ഈ നാട്ടിലെ നിയമത്തിന് വില കൊടുക്കാതെ മുദ്രാവാക്യം വിളിക്കുന്നവരെ നിങ്ങൾ സഖാക്കൾ എന്നാണോ വിളിക്കുന്നത്? ഇവരാണോ ഇവിടെ പാവപ്പെട്ടവർക്കും ഇവിടെ അക്രമത്തിന് ഇരയാകുന്നവർക്കും കൂടെ നിൽക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു, അതിലെ രാഷ്ട്രീയ ശരികേടെന്ന് പറയുന്നാൽ അങ്ങേയറ്റം അങ്ങ് സൂചിപ്പിച്ച ചോദ്യം പോലെ തന്നെയാണ് ഞാനതിനെ വിശകലനം ചെയ്യാൻ ആഗ്രഹിച്ചത്. ആ വിശകലനത്തിലേക്ക് നമുക്ക് വരാം. മുദ്രാവാക്യത്തിലെ ശരിതെറ്റുകൾ എന്ത്? അത് മാന്യമായിരുന്നോ, മര്യാദയുള്ളതായിരുന്നോ, മനുഷ്യത്വ വിരുദ്ധമായിരുന്നോ? നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒരു സംശയവുമില്ല. എനിക്കൊരു മുഖം ധരിക്കാനും ആഗ്രഹമില്ല. തൊട്ടു മുമ്പ് കോൺഗ്രസ് പ്രതിനിധി ദീർഘസമയം എടുത്തുകൊണ്ട് അദ്ദേഹം പലവിധ ആരോപണങ്ങൾ, പലതും അർത്ഥസത്യങ്ങളും പരിപൂർണ നുണകളുമാണ്, കേട്ടാൽ അറപ്പുളവാക്കുന്ന വാചകങ്ങളും വാക്കുകളുമാണ്. പക്ഷേ ഞാൻ എല്ലാ കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പൊതുവിൽ അദ്ദേഹത്തിൻ്റെ സമയമെടുത്ത് നടത്തിയ ഒരു ബ്രീഫിങ്ങിലൂടെ അദ്ദേഹം കൊണ്ടുവരാൻ ആഗ്രഹിച്ച, ഇന്നലെ വരെ നിലമ്പൂർ MLA-യുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ലഭിച്ച ഒരു പുതിയ നരേഷൻ അദ്ദേഹം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ്? കേരളത്തിലെ പോലീസാകെ സംഘപരിവാരത്തിൻ്റെ പ്രചാരകരാണ്. അതിവേഗം സംഘപരിവാർ വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ പോലീസും കേരളത്തിലെ ഭരണ സംവിധാനവും. അതോടൊപ്പമോ ഇതിനോടകം തന്നെ സംശയങ്ങൾക്കിടമില്ലാത്ത വണ്ണം മുഖ്യമന്ത്രി BJP-യുടെ ഒരു അനുചരനായി മാറി എന്നൊക്കെയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു വെച്ചത്. ഞാൻ എല്ലാത്തരം വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങേക്കറിയുമോ കോൺഗ്രസ് നേതാവേ, ഇന്ത്യയുടെ ഈ വർത്തമാനകാല ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് RSS 1 കോടി രൂപ വിലയിട്ടു. ഏതാണ് ആ മുഖ്യമന്ത്രി? അങ്ങേക്ക് അറിയില്ലെങ്കിൽ പുറത്തുള്ള മതനിരപേക്ഷവാദിയായ കൊള്ളാമെന്ന അന്തസ്സുള്ളൊരു കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ അങ്ങ് വിളിച്ച് ചോദിക്കണം. ഏതാ മോനെ ഇന്ത്യയിൽ RSS ഈ കാലയളവിൽ 1 കോടി രൂപ തലയ്ക്ക് വിലയിട്ട ആ കൊള്ളാമെന്ന RSS വിരുദ്ധനായ മുഖ്യമന്ത്രി ഏതാ? അങ്ങ് പേര് പഠിച്ചു വെക്കുന്നത് നല്ലതാ. ആ പേരാണ് പിണറായി വിജയൻ. കേട്ടല്ലോ? അദ്ദേഹത്തെയാണോ നിങ്ങൾ RSS പട്ടം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? അദ്ദേഹത്തെയാണോ നിങ്ങൾ BJP-യുടെ അനുചരനാക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്കിപ്പോൾ ADGP RSS നേതാവ് ദത്താത്രേയ ഹോസബളയുമായി നടത്തിയ ചർച്ചയാണല്ലോ ഇപ്പോൾ പുതിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ നേരിട്ട് RSS നേതാവിന്റെ മുമ്പിൽ പോയി മുട്ടിലെഴുന്നില്ലേ? RSS നേതാവിന്റെ മുമ്പിൽ പോയി ചിത്രത്തിന് മുമ്പിൽ വിളക്ക് കൊളുത്തി മുട്ടിലെഴിഞ്ഞ നേതാവിന്റെ പേരാരാ? 2024 ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കണോ?
ആ നേതാവിന്റെ അനുചരനാണ്, അണിയായിട്ടാണ് അങ്ങ് ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത്. നിർഭാഗ്യവശാൽ അദ്ദേഹം നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ ജെയ്സി തോമസ്, അങ്ങനെ സംഘപരിവാർ 1 കോടി രൂപ തലയ്ക്ക് വിലയിട്ട CPM-ന്റെ സമുന്നതനായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള പോളിറ്റ് ബ്യൂറോ അംഗമായ നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്താണ് അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP ഇങ്ങനെ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും RSS നേതാക്കൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഒന്നുപോയി ഹൃദയം കൈമാറാനെന്ന്. ഈ ഹൃദയം കൈമാറാനെന്ന പരാമർശം എന്റേതല്ലത്, PS ശ്രീധരൻപിള്ളയുടേതാണ്. PS ശ്രീധരൻപിള്ള അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ, അതായത് CPM-നോ കോൺഗ്രസിനോ പോലും RSS-മായി ഒരു ഐറ്റവുമില്ല, ഒരു അസ്പൃശ്യതയുമില്ല. ഇതൊക്കെ വോട്ടിന് വേണ്ടിയുള്ള ചില നീക്കുപോക്കുകൾ മാത്രമാണ്. അതിനപ്പുറത്ത് KG മാരാരുടെ ഈ പറയുന്ന സംഘടനാ ചുമതല അടക്കമുള്ള കാര്യങ്ങളിൽ ആരാണ് ഈ നേതൃത്വം ഏറ്റെടുത്തത് എന്ന ചരിത്രമടക്കം ചോദിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ച മറുപടിക്ക് കേരള രാഷ്ട്രീയത്തിൽ CPM-ൽ നിന്ന് ഒരു നേതാക്കളുടെയും മറുപടി ഈ നിമിഷം വരെ വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രഖ്യാപനത്തിന് ശേഷം CPM-ന്റെ RSS തലയ്ക്ക് വലിയിട്ട നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്താണ് അദ്ദേഹത്തിന് കീഴെ, അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലെ പോലീസ് ഏമാൻ RSS-കാർ വരുന്നത് നോക്കി നോക്കി നിൽക്കുന്നത് അങ്ങോട്ട് പോയി ഒന്ന് ഹൃദയം കൈമാറാൻ. അപ്പം ആങ്കറോട് ഒരു കാര്യം ഞാൻ ഇപ്പോഴേ ഓർമ്മിപ്പിച്ചേക്കാം, നമ്മുടെ രണ്ടാളുടെ സമയം കളയണ്ട. അങ്ങേക്ക് ഈ നിലയിലാണ് ചർച്ച തുടരാൻ ആഗ്രഹമെങ്കിൽ കോൺഗ്രസ് നേതാവിന്റെ ഒരു വാദത്തിന് മറുപടി പറഞ്ഞു തുടങ്ങിയപ്പോഴേ അങ്ങേക്ക് എന്നെ തടസ്സപ്പെടുത്തി അങ്ങയുടെ കോൺഗ്രസ് നേതാവിനെ അനുസ്മരിപ്പിക്കുന്ന അത്ര സമയമെടുത്തുകൊണ്ടുള്ള അങ്ങയുടെ പ്രഭാഷണം നടത്തിയിട്ടാണ് ചർച്ച തുടരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾ കോൺഗ്രസുമായി ചർച്ച തുടർന്നു. എനിക്കിതിൽ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് ശ്രീ BRM ഷഫീറിനോട് ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചത്. മാത്രമല്ല ശ്രീ ജെയ്സി തോമസിന് കൃത്യമായും വ്യക്തമായും അറിയാം ഞാൻ തുടരെ ഇടപെട്ടിട്ടില്ല എന്നുള്ളത്. ഇല്ല, അങ്ങ് സ്വാഭാവികമായി ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്ന പ്രതിനിധികൾക്കാണ്. അത് അങ്ങയുടേതല്ല ഏത് ചാനലും. കാരണം ഈ കാര്യത്തിൽ മറുപടി പറയാൻ ബാധ്യതയുള്ളവർ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരോ അല്ല. അപ്പൊ തലയ്ക്ക് വെളിവുള്ള ആളുകൾ ചർച്ച നടത്തുമ്പോൾ സ്വാഭാവികമായി ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോടായിരിക്കും ചോദ്യങ്ങളും സമയവും കൂടുതൽ ഉണ്ടാവുക. പക്ഷെ പറഞ്ഞു തുടങ്ങുമ്പോൾ നേരിട്ട് ഇടപെടുക എന്ന് പറയുന്നത് മര്യാദകേടാണ്. പക്ഷെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇടപെട്ടിട്ടില്ല. കൃത്യമായി അങ്ങേക്ക് സമയം തരണമെന്ന നിർബന്ധ ബുദ്ധിയോടെയാണ് ഞാൻ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങേക്ക് തുടരാം. അപ്പോ RSS ബന്ധമാണ് കോൺഗ്രസ് നേതാവ് ആരോപിച്ചത്. ആർക്കാ കോൺഗ്രസ് നേതാവ് യഥാർത്ഥത്തിൽ RSS ബന്ധമെന്നാണ് തിരികെ ചോദിച്ചത്. ആ ഗോൾ വർക്കറുടെ ചിത്രം കാണുമ്പോൾ മുട്ടിലഴയാൻ പോയ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനില്ലേ RSS ബന്ധം? എടക്കാട് RSS-ന്റെ ശാഖയ്ക്ക് CPM പ്രവർത്തകരിൽ നിന്ന് സംരക്ഷണം ഒരുക്കാൻ ഞാൻ പോയി കാവൽ നിന്നു എന്ന് പറഞ്ഞ KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ അനുചരനായി വന്നിരിക്കുന്ന നിങ്ങളുടെ പാർട്ടിക്കില്ലേ RSS ബന്ധം? ജയറാം പടിക്കൽ എന്ന് പറയുന്ന കേരളത്തിലെ IPS-കാരനെ നടുക്കിരുത്തി ഇടതുമുന്നണിയെ തോൽപ്പിക്കാൻ മുസ്ലിം ലീഗും BJP-യുമായി ചേർന്ന് വോട്ട് കച്ചവടം നടത്തിയ പാരമ്പര്യമുള്ള നിങ്ങൾക്കില്ലേ RSS ബന്ധം? അതോടൊപ്പം തന്നെ അശോക് സിംഗാൾ എന്ന് പറയുന്ന അഖില ലോക വർഗീയവാദിയുടെ കേസ് പിൻവലിച്ചു കൊടുത്ത മാനുഷിക മൂല്യമുണ്ടെന്ന് നിങ്ങൾ കരുതുന്ന മുൻ മുഖ്യമന്ത്രിയുടെ പാർട്ടിയായ കോൺഗ്രസ് നിങ്ങൾക്കില്ലേ RSS ബന്ധം? MG കോളേജിൽ ബോംബെറിഞ്ഞ RSS-കാരുടെ കേസ് പിൻവലിച്ചു കൊടുത്ത നിങ്ങൾക്കില്ലേ RSS ബന്ധം? എന്നിട്ടാണോ നിങ്ങൾ വന്നിരുന്നിട്ട് ഏതോ ഒരു കൂടിക്കാഴ്ചയുടെ മറവിൽ കേരളത്തിലെ പോലീസ് RSS ആയി അത്രേ, ഏതോ ഒരു കൂടിക്കാഴ്ചയുടെ മറവിൽ കേരളത്തിൽ ഒരു അവിശുദ്ധ സഖ്യം പിറവിയെടുക്കാൻ പോകുന്നു അത്രേ. ഞങ്ങൾക്കൊരു ചുക്കുമില്ല. ഞങ്ങൾ എല്ലാ കാലങ്ങളിലും സംഘപരിവാരത്തെ ചെറുത്തു തോൽപ്പിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണെന്നുള്ളത് അങ്ങേക്കറിയാമല്ലോ. ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് 2 വാക്ക് പറഞ്ഞിട്ടല്ല. ഇന്ത്യയിൽ RSS-ന് ഏറ്റവും കൂടുതൽ ശാഖയുള്ള സംസ്ഥാനമാണ് കേരളം. എന്നിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാകാത്തത്? എന്നിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ മതനിരപേക്ഷവാദികളായിട്ടുള്ള മനുഷ്യന്മാർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നത്? അങ്ങ് മനസ്സിലാക്കണം. അത് കേരളത്തിൽ ശാഖകൾ ഉണ്ടായിട്ടും അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ മുമ്പോട്ടേക്ക് വരുന്ന ഇടതുപക്ഷം ഈ കേരളത്തിന് കാവൽ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ആ ഇടതുപക്ഷ കേരളത്തിലാണോ അത് കേൾക്കുകയാണ്. അങ്ങനെ ഒറ്റ കാര്യം, അതായത് എങ്ങനെയാണോ RSS ബന്ധം നിങ്ങൾക്കുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നത് അതേപോലെ കോൺഗ്രസിനുണ്ടെന്ന് സാമാന്യവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ ആദ്യത്തെ ചോദ്യത്തിന് മറുപടിയിലേക്ക് പോലും ഈ നിമിഷവും വന്നിട്ടില്ല ശ്രീ ജെയ്സി തോമസ്. അത് നിങ്ങളുടെ മുദ്രാവാക്യം വെളിയിൽ അക്രമവാസനയുമായി ബന്ധപ്പെട്ടായിരുന്നു. മുദ്രാവാക്യത്തെ സംബന്ധിച്ച് ഞാൻ ഈ മുദ്രാവാക്യം കണ്ടിട്ടില്ല. പക്ഷെ അങ്ങയുടെ വാക്കുകൾ കടമെടുത്താൽ കൈയും കാലും വെട്ടുമെന്ന് മുദ്രാവാക്യം തിരികെ പറഞ്ഞു എന്നുള്ളതാണ് അങ്ങ് പറയുന്നത്.
കയ്യും കാലും വെട്ടുന്നത് ഉൾപ്പെടെ ഒരു മനുഷ്യന്റെയും ജനാധിപത്യ വിരുദ്ധമായി അവന്റെ രോമത്തിൽ തൊടുന്നതിനെ പോലും ഞാൻ മനസ്സിലാക്കുന്നു. CPM മാത്രമല്ല, ജനാധിപത്യ രാഷ്ട്രീയ സത്യസന്ധമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അനുകൂലിക്കാൻ സാധ്യതയില്ല. പിന്നെ മുദ്രാവാക്യത്തെ സംബന്ധിച്ച് അങ്ങ് ചോദിച്ചത് കൊണ്ട് എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഉദാഹരണം പറയാം. മുമ്പൊരിക്കൽ ആദരണീയനായ വിജയ മാഷ് എഴുതിയ ഒരു വാചകമുണ്ട്, വെള്ളക്കൊടിയെ തൊട്ടെന്നാൽ വെള്ള പുതച്ച് കിടത്തിയിടും എന്ന് കേരളത്തിലെ ഒരു യുവജന പ്രസ്ഥാന മുദ്രാവാക്യം വിളിച്ചു. ആ മുദ്രാവാക്യത്തിൽ ഇതേപോലെ ജനാധിപത്യ വിരുദ്ധതയുണ്ട്, തെമ്മാടിത്തരമാണ്, മനുഷ്യത്വ വിരുദ്ധതയുണ്ട് എന്ന് പറയുമ്പോൾ അന്ന് വിജയ മാഷ് പറഞ്ഞ മറുപടി, വെള്ളക്കൊടിയെ തൊട്ടെന്നാൽ, അനാവശ്യമായി വെള്ളക്കൊടിയെ തൊട്ടെന്നാൽ വെള്ള പുതച്ച് കിടത്തിയിടുമെന്ന് പറയുന്ന ജനാധിപത്യപരമായ ഒരു മുന്നറിയിപ്പായിരുന്നു ആ മുദ്രാവാക്യം എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ചെങ്കൊടിയെ തകർക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് പ്രതിരോധിക്കേണ്ട വരുമെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രതികരണമായിട്ടായിരിക്കാം നിലമ്പൂരിലും ഏറനാട്ടിലും അദ്ദേഹത്തിന്റെ പരിസരങ്ങളിലും ഒക്കെ ഇന്ന് ആ മുദ്രാവാക്യം മുഴക്കിയിട്ടുള്ളത്. വളരെ നല്ല, വളരെ ക്ലാസ് വിശദീകരണമാണ് ശ്രീ ജെ.സി. തോമസ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് നിയമം വാഴുന്ന നാട്ടിൽ അത്തരത്തിൽ വളരെ സാമാന്യമായി വിശദീകരിക്കാൻ കഴിയുന്ന ഒരു മുദ്രാവാക്യം അല്ലത്. അത് എന്താ പറയാ, നിന്ന നിപ്പിൽ വിളിക്കാൻ നാവിൽ അങ്ങനെ ശീലിച്ചു പോയൊരു മുദ്രാവാക്യം, ഒരു കൊളോക്കിയൽ പ്രയോഗം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാനൊക്കെ ശ്രമിക്കാം. പക്ഷെ അതിനെ അരാഷ്ട്രീയത തിരിച്ചറിയണം. ഒരു തരിമ്പ് ന്യായീകരിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അത് പൗരന് സ്റ്റേറ്റ് ഉറപ്പ് നൽകുന്ന ഏറ്റവും അടിസ്ഥാനപരമായി ജീവിക്കാനുള്ള അവകാശത്തിന് നേരെയുള്ള ചോദ്യം ചെയ്യലാണ്. PV അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹത്തിന് ജീവന് ഭീഷണിയുണ്ടെന്നാണ്. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ മുദ്രാവാക്യം നിങ്ങൾക്കെതിരെ ഉയർത്തപ്പെടുമെന്ന ബോധമില്ലാത്തവരാണോ നാടിനെ നയിക്കാൻ, പാർട്ടിയെ നയിക്കാൻ, സംരക്ഷിക്കാൻ പ്രതിരോധത്തിന് ഇറങ്ങിയിരിക്കുന്നത്? ആങ്കറോട് ഞാൻ തിരികെ ഒരു ചോദ്യം ചോദിച്ചതാണ്. ഞാൻ 2 വാചകത്തിലുള്ള മറുപടി അവസാനിപ്പിച്ചോളാം. അങ്ങ് 4 or 6 വാചകം വെച്ചിട്ടാണ് എന്നോട് ചോദ്യം ചോദിച്ചത്. എനിക്ക് 2 വാചകമുള്ളൂ. കേരളത്തിൽ ആകെ ഒരു MLA കൊല്ലപ്പെട്ടിട്ടുള്ളൂ. ഏതാണ് ആ MLA എന്ന് അങ്ങേക്കറിയുമോ? ഏതാണ് ആ MLA? ഒറ്റ MLA കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. ഇപ്പൊ ഇത് മുദ്രാവാക്യമുള്ള പ്രശ്നം. ഏതാണ് MLA അങ്ങേക്കറിയുമോ? അങ്ങ് പറയൂ. കോൺഗ്രസ് ഏതാണെന്നറിയുമോ? ആരാ കൊല്ലപ്പെട്ട MLA എന്ന്? ഒറ്റ MLA കൊല്ലപ്പെട്ടിട്ടുള്ളൂ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കൊല്ലപ്പെട്ട MLA ആണ്. ആരാണ്? ഈ നിലമ്പൂരിലെ MLA ആണ്. അദ്ദേഹത്തിന്റെ പേര് സഖാവ് കുഞ്ഞാലി എന്നാണ്. വെടിയേറ്റ് വീണത് കോൺഗ്രസ് ഓഫീസിൽ നിന്നും നീട്ടിയ തോക്കുകണ്ണുകൾ കൊണ്ടാണ്. ആ MLA കൊല്ലപ്പെട്ട MLAക്ക് രക്തസാക്ഷിത്വം വരിക്കേണ്ട വന്ന മണ്ണാണ് നിലമ്പൂര്. അവിടെ നിന്നുകൊണ്ട് ചിലപ്പോൾ വൈകാരികമായി ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിക്കേണ്ട വന്നിട്ടുണ്ടാകാം. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതേ നിലമ്പൂരിൽ നിന്ന് ഈ പ്രകോപന മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതേ നിലമ്പൂരിലെ അതേ രാഷ്ട്രീയ അക്രമ സ്വഭാവത്തെ ഞങ്ങൾ പിന്തുണച്ചുകൊള്ളാം, ഞങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയലാണോ, എന്ന ആഹ്വാനമാണോ? ഇല്ല, MLA കൊന്നുകളയുന്ന കോൺഗ്രസിന്റെ സംസ്കാരം ഞങ്ങൾ സ്വീകരിക്കില്ല. നിലമ്പൂർ ഞാൻ പറഞ്ഞില്ലോ, അങ്ങ് സത്യസന്ധമായി കരുതുന്നുണ്ടോ? ഞാൻ പറഞ്ഞു CPM മാത്രമല്ല, കേരളത്തിലെ ഏതെങ്കിലും ജനാധിപത്യ സംവിധാനത്തിൽ അതിശക്തമായി സത്യസന്ധതയോടെ കൂടെ വിശ്വസിക്കുന്ന ഒരു പാർട്ടി എങ്ങനെ കയ്യും കാലും വിട്ടുവന്നോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്ത് കളയുമെന്നുള്ള മുദ്രാവാക്യത്തെ അംഗീകരിക്കുന്നവരാണോ? ചന്ദ്രശേഖരന്റെ തല പൂക്കുല ചിതറുന്നതുപോലെ റോഡിൽ ചിതറുമെന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ചിലർ. ഈ നാട്ടിൽ നടന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് കേരളം. അതുകൊണ്ട് അങ്ങനെ നിഷ്കളങ്കമായി വിശ്വസിക്കണോ എന്നൊക്കെ നാട്ടുകാർ തീരുമാനിക്കട്ടെ. ശ്രീ ജെ.സി. തോമസ്, താമസിച്ചാണ് ശ്രീ സന്ദീപ് വാര്യർ ചർച്ചയിൽ ജോയിൻ ചെയ്തത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വരാമെന്ന് തോന്നുന്നു. ഇടവേള. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ സന്ദീപ് വാര്യർ, വളരെ കൗതുകകരമായ ഒരു വശം എന്താണ് എന്നുള്ളത് വെച്ചാൽ PV അൻവർ മുട്ടിന് വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട്. മാധ്യമങ്ങളെ അല്ലാതെ തന്നെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും പോയി അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുമുണ്ട്, എല്ലാ മാധ്യമങ്ങളോടും. അതിന് മുഖ്യമന്ത്രി മറുപടി പറയുന്നുണ്ട്. മുഖ്യമന്ത്രി കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ PV അൻവർ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. പോളിറ്റ് ബ്യൂറോ യോഗത്തിന് വേണ്ടി ഡൽഹിയിലെത്തിയ പാർട്ടി സെക്രട്ടറി ഇന്ന് വിശദമായി മാധ്യമങ്ങളെ കണ്ട് പ്രതിരോധിക്കുന്നുണ്ട്. എല്ലാ CPMന്റെ നേതാക്കളും മറുപടി പറയുന്നുമുണ്ട്. പറയുന്നത് എന്താണ് രാഷ്ട്രീയം? ശ്രീ സന്ദീപ് വാര്യർ, രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഫോക്കസ് അവിടേക്ക് പോകുന്ന സമയത്ത് അൻവർ ചോദിച്ചു വെച്ച പല കാര്യങ്ങൾ, അൻവർ പറഞ്ഞതിൽ ജനങ്ങളെ വന്നു തൊടുന്ന പല കാര്യങ്ങൾ, അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട, അവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട, അവരുടെ നീതിയുമായി ബന്ധപ്പെട്ട, അവരുടെ മരണവുമായി, തിരോധാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ പലത്. അതിലേക്ക് ചർച്ച പോകാതിരിക്കാനുള്ള രാഷ്ട്രീയമായ വലിയ ജാഗ്രത കൂടി ഇവിടെ അരങ്ങേറുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. വാസ്തവത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. ഇവിടെ അൻവർ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആക്ഷേപം എന്ന് പറയുന്നത് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കോഴിക്കോട് എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സ്വർണം
പോലീസുകാർ മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് എഫുകാർ പിടിച്ച് ആ സ്വർണം തട്ടിയെടുക്കുന്നു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം ഉന്നയിച്ചു. അതുമായി ബന്ധപ്പെട്ട് നടന്ന കൊലപാതകങ്ങൾ, ആ കൊലപാതകങ്ങൾ സംബന്ധിച്ച വിവരം തന്റെ പക്കലുണ്ട് എന്നുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം ആരാ ഉന്നയിച്ചിരുന്നത്? എന്നെയോ മാധുവിനെയോ പോലെയുള്ള ഒരു സാധാരണക്കാരനല്ല, മറിച്ച് ഈ സംസ്ഥാനത്തെ നിയമസഭാംഗമായിട്ടുള്ള ഒരാൾ, ലോ മേക്കർ ആയിട്ടുള്ള ഒരാളാണ് നിയമപരമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ഈ നിമിഷം വരെ അൻവറിന്റെ ഒരു മൊഴി ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ടോ? ഞാനോ മാധുവോ ആണോ ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ, BRM ഷഫീറോ ആണ് ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളതെങ്കിൽ പോലീസ് അടുത്ത മിനിറ്റ് നമ്മുടെ വീട് തേടി വരില്ലേ? എന്നിട്ട് നമ്മൾ മൊഴി എടുക്കില്ലേ? ഒരു കൊലപാതകമല്ലേ, കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങളല്ലേ പുറത്തു വരേണ്ടത്? ഏറ്റവും ഗുരുതരമായിട്ടുള്ള ക്രൈമിനെ സംബന്ധിച്ച വിവരങ്ങൾ ഒരു ലോ മേക്കർ നിയമസഭയ്ക്ക് അകത്തല്ല, നിയമസഭയുടെ പരിരക്ഷയിലല്ല പറഞ്ഞത്, പുറത്ത് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞിട്ട് ഈ നിമിഷം വരെ അയാളുടെ മൊഴി എടുക്കാൻ എന്താ കേരളത്തിലെ പോലീസ് സംവിധാനം തയ്യാറാത്തത്? ഇവിടെ മറ്റു ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ഈ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കസ്റ്റംസിന് മാത്രമാണ് പിടിച്ചെടുത്ത സ്വർണം ഉരുക്കിയിട്ട് അത് സൂക്ഷിക്കാനോ അതല്ലെങ്കിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കാനോ അധികാരമുള്ളത്. ഇവിടെ കേരള പോലീസിന് ഇത്തരത്തിൽ സ്വർണം പിടിച്ചെടുക്കുന്ന സ്വർണം ഉരുക്കി അത് ആ ഉരുക്കിയ സാധനം സൂക്ഷിക്കാനോ അതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോടതിയിൽ ഹാജരാക്കാനോ അധികാരമില്ല, അവകാശമില്ല. ഇവിടെയാണ് മലപ്പുറം പോലീസ് സൂപ്രണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംവിധാനം സ്വർണം പിടിച്ചെടുത്ത് അത് തൊണ്ടി മുതലായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് പോലീസിനുള്ളത്. ആ തൊണ്ടി മുതലായി സൂക്ഷിക്കുന്നതിന് പകരം അത് ഉരുക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ കേരള പോലീസിന് അവകാശമേ ഇല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കസ്റ്റംസിന് ഇത് ഉരുക്കാൻ കസ്റ്റംസിൻ്റെതായിട്ടുള്ള ഫണ്ടുണ്ട്, തനത് ഫണ്ടുണ്ട്. കേരള പോലീസിന് ഈ പറയുന്ന മലപ്പുറത്തെ SP ആയിരുന്ന സുജിത് ദാസിന് പോലീസിന്റെ ഏത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പിടിച്ചെടുത്ത തൊണ്ടി മുതൽ ഉരുക്കിയത്, സ്വർണം ഉരുക്കിയത്? അത് നിർണായകമായിട്ടുള്ള ചോദ്യമല്ലേ? അൻവർ പോലെ ആ ചോദ്യം ഉന്നയിച്ചിട്ടില്ല. അപ്പൊ പോലീസിന്റെ കൈവശം സ്വർണം ഉരുക്കാനുള്ള തനത് ഫണ്ടേ ഇല്ല എന്നുള്ള നിലയ്ക്ക് ഇല്ലാത്ത സ്ഥിതിക്ക് ഏത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പോലീസ് ഈ സ്വർണം ഒരുക്കിയിരുന്നത്? അവിടെയാണ് അൻവർ പറഞ്ഞിട്ടുള്ള ആക്ഷേപം നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു ആക്ഷേപം അതിലുള്ളത്. എന്താണ് ഈ പറയുന്ന അപ്രൈസർ എങ്ങനെ പൈസ ഉണ്ടാക്കി? അപ്രൈസർക്ക് കമ്മീഷൻ കൊടുക്കായിരുന്നു, പിടിച്ചെടുക്കുന്ന സ്വർണത്തിന് കമ്മീഷൻ കൊടുക്കായിരുന്നു കേരള പോലീസ്. ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആക്ഷേപമല്ലേ? ആ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കാതിരിക്കാൻ ഇവിടെ UDF-ഉം LDF-ഉം ബോധപൂർവമായി ഇതിനെ കൊണ്ടുപോയി എല്ലാം BJP-യുടെ RSSന്റെ തലയ്ക്ക് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചർച്ച മുഴുവൻ രാഷ്ട്രീയത്തിലേക്ക് അങ്ങ് പോയിക്കൊള്ളുമല്ലോ. ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആക്ഷേപം ഒരു ലോ മേക്കർ ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തി, സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാക്കളുടെ ഫോൺ ചോർത്തി, മാധ്യമപ്രവർത്തകരുടെ ഫോൺ ചോർത്തി എന്നൊരു ലോ മേക്കർ ഒരു MLA ആക്ഷേപം ഉന്നയിച്ചപ്പോ അതിലേക്ക് ചർച്ച പോകുന്നില്ല. ചർച്ച പോകാൻ പാടില്ല എന്ന നിർബന്ധമാണ്. എന്നിട്ട് അതിന് പകരം വാചക കസർത്ത് നടത്തിയ ഇവിടെ നേരത്തെ ഞാൻ ഈ ഫോൺ ചോർച്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അൻവറിനെതിരെ പരാതിയുണ്ട്, അന്വേഷിക്കണമെന്നൊക്കെ. ഈ കാര്യം പറഞ്ഞിട്ട് ദിവസങ്ങളും ആഴ്ചകളും എത്രയായി? ഇതുവരെ അതിൽ കേസെടുത്തിട്ടില്ല. ജനങ്ങളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലേ? സ്വകാര്യത നമ്മുടെ മൗലികാവകാശമല്ലേ? അത്തരത്തിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഓഫീസർമാരുടെ അവിടെ കുടുംബത്തിലേക്ക് ഫോൺ റെക്കോർഡ് ഉണ്ടെന്ന് പറയുകയാണ്, അവകാശവാദം ഉന്നയിക്കുകയാണ്. അല്ല, അവകാശവാദം മാത്രമല്ലോ, സംസ്ഥാനത്തെ ഒരു പോലീസ് അധികാരിയുടെ ഫോൺ, ആ ഫോൺ ചോർത്തി അതിന്റെ ശബ്ദം MLA പുറത്തുവിട്ടു. നടത്തിയ ഫോൺ സംഭാഷണമാണല്ലോ, അതിൽ അദ്ദേഹം പാർട്ടിയാണ്, അത് അദ്ദേഹം പുറത്തുവിടട്ടെ. അത് നിയമവിരുദ്ധാണെന്നേ, അതും നിയമവിരുദ്ധമാണ്, അതും ഫോൺ ചോർത്തലാണ്. രണ്ടാമത്തെ, അത് ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ടിന് വിരുദ്ധമാണ്. രണ്ട് കക്ഷികളുടെയും സമ്മതമില്ലാതെ ഫോൺ ചോർത്തിയത് പുറത്തുവിടാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ADGP-യുടെ ഭാര്യയുടെ ഫോൺ സംഭാഷണം ഉണ്ടെന്ന് പറയുന്നു. ആരാണ്? സംസ്ഥാനത്തെ ആഭ്യന്തര സംവിധാനം ഉത്തരവാദിത്തോടുകൂടി നോക്കുന്ന സംസ്ഥാനത്തെ ADGP-യുടെ സ്വന്തം ഭാര്യയുടെ ഫോൺ ചോർത്തിയിട്ട് അതിന്റെ റെക്കോർഡ് തന്റെ കൈവശമുണ്ടെന്ന് MLA പറയാണ്. ഈ നിമിഷം വരെ കേസിൽ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതാരാ? സംസ്ഥാനത്തെ ഗവർണർ ആവശ്യപ്പെട്ടിട്ടും ഈ നിമിഷം വരെ FIR ഇട്ടിട്ടില്ല, അന്വേഷണമില്ല. ഇവിടെ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ മാധു, ഇവിടെ അവസാന നിമിഷം ഈ LDF-ന്റെ പ്രതിനിധി പറയുന്ന കാര്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് LDF അല്ലെങ്കിൽ CPM ചർച്ചയ്ക്ക് വിടുന്ന പല വക്താക്കളും അഭിമന്യുവിനെ പോലെയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ഈ ചക്രവ്യൂഹത്തിന് അകത്ത് കയറുന്ന കാര്യം മാത്രം കൃഷ്ണൻ വിവരിച്ചത് കേട്ടിട്ട് ഇങ്ങോട്ട് വരികയാണ്. അദ്ദേഹം കുഞ്ഞാലി കൊലക്കേസിനെ കുറിച്ച് പറഞ്ഞു. ഈ നിലമ്പൂരിലെ MLA ആയിരുന്ന കുഞ്ഞാലി 69-ലാണ് കൊല്ലപ്പെടുന്നത്. അതിന് ആരെയാണ് ഇവർ ഉത്തരവാദി എന്ന് വിളിച്ചിരുന്നത്? ആര്യാടൻ മുഹമ്മദാണ് കുഞ്ഞാലി വധക്കേസിന് ഉത്തരവാദി എന്നും ആര്യാടനാണ് കുഞ്ഞാലിയെ കൊല ചെയ്തിരുന്നത് എന്നുമാണ് ഇന്നും അവർ പറയുന്നത്. ആ ആര്യാടൻ മുഹമ്മദിനെ കൊണ്ടുപോയി 80-ല് നായനാർ സർക്കാരിൽ മന്ത്രിയാക്കിയതാരാ? LDF-ന്റെ സ്ഥാനാർത്ഥിയാക്കിയതാരാ? CPM-ന്റെ വോട്ട് കൊണ്ട് ജയിപ്പിച്ചില്ലേ ആര്യാടനെ? നിലമ്പൂരിൽ തന്നെ മന്ത്രിയാക്കിയില്ലേ നിങ്ങൾ? എന്നിട്ട് കുഞ്ഞാലി കൊല്ലപ്പെട്ട മണ്ണാണെന്നൊക്കെ ഇങ്ങനെ വൈകാരികമായിട്ട് കിടന്ന് തള്ളുകയാണ്. ഈ കുഞ്ഞാലി കൊലക്കേസിന് ഉത്തരവാദി എന്ന് നിങ്ങൾ ആക്ഷേപിച്ച അതേ മനുഷ്യനെ കൊണ്ടുപോയി മന്ത്രിയാക്കാൻ ജാള്യത കാണിക്കാത്തവരാണ് ഇവിടെ ഇരുന്ന അർദ്ധസത്യങ്ങൾ അല്ലെങ്കിൽ ചരിത്രത്തിലെ പകുതി മാത്രം എടുത്ത് പറയുന്നത്. ബാക്കി പകുതി കൂടി പറയണം മിസ്റ്റർ. കേരളത്തിലെ ജനങ്ങൾ കേൾക്കട്ടെ, നിങ്ങൾ ചെയ്തിട്ടുള്ള തോന്നിവാസങ്ങൾ ജനങ്ങൾ കേൾക്കട്ടെ.
അപ്പൊ ഈ കുഞ്ഞാലി കൊലക്കേസൊന്നും ഇത് പറയണ്ട. ഇവിടെ വിളിച്ച മുദ്രാവാക്യങ്ങൾ ഉണ്ടല്ലോ, ഇപ്പൊ ഇന്ന് വിളിച്ച മുദ്രാവാക്യം ഒരു MLA-ക്കെതിരെ വിളിച്ച മുദ്രാവാക്യമാണ്. ആ MLA ജയശങ്കറിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ? അതിന് വല്ല നടപടി ഉണ്ടായിട്ടുണ്ടോ? സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തകൻ, ഒരു പിന്നെ വക്കീൽ, അഡ്വക്കേറ്റ്, അദ്ദേഹത്തിന്റെ ഓഫീസിൽ കയറി അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്നു പറഞ്ഞല്ലേ, കേസെടുത്തോ? ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായോ? അപ്പൊ അൻവറിനെ പേടിയാണ്, അൻവറിനെ നല്ല ഒന്നാന്തരം ഭയമാണ് CPM-ന്. ആ ഭയമാണ് ഇപ്പൊ ഇത്രയും ഈ നിമിഷം വരെ നടന്ന എല്ലാ കാര്യങ്ങളും കണ്ടത്. ഗതികെട്ടിട്ടാണ് ഈ സമയത്ത് അവരൊരു പ്രകടനം നടത്തിയിട്ടുള്ളത്. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ ഇടപെടുകയാണ്. ശ്രീ ബി ആർ എം ഷഫീർ, അൻവർ പറയുന്ന കാര്യങ്ങളെയൊക്കെ CPM-നെതിരെ, സർക്കാരിനെതിരെ നിങ്ങൾ ചോദ്യമായി ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അൻവറിനെ ഏറ്റെടുക്കാനോ അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അൻവറിനെ വിശ്വാസത്തിലെടുക്കാനോ തയ്യാറല്ല. UDF ഒന്നാകെ ശ്രമിച്ചിട്ട് പാർട്ടിക്കോ സർക്കാരിന് ഉണ്ടാക്കാൻ കഴിയാത്തത്ര വലിയ ഡാമേജ് കുറെ ദിവസങ്ങൾക്കുള്ളിൽ അൻവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. നിങ്ങൾക്കൊരു കൊതിക്കറിവുണ്ടോ? PV അൻവർ ഞങ്ങളെ സമീപിച്ചിട്ടില്ലല്ലോ. ഞങ്ങളെ സമീപിക്കാതെ ഞങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോകേണ്ട കാര്യം എന്താണ്? PV അൻവർ ഞങ്ങളെ സമീപിക്കട്ടെ, അപ്പോഴും ഞങ്ങളുടെ നിലപാട് അപ്പോൾ പറയാം. ഒരാൾ സമീപിക്കാതെ അയാളുടെ പിറകെ നടക്കേണ്ട കാര്യം ഞങ്ങൾക്ക് എന്താണ്? ഞങ്ങൾ ഭൈമീകാമുകന്മാരല്ലല്ലോ. ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങളുടെ നേതൃത്വം കൂടിയാലോചിക്കും. പ്രതിപക്ഷ നേതാവും UDF-ഉം അതുപോലെ തന്നെ KPC-യും ഒക്കെ ഉണ്ടല്ലോ, അത് അവരന്വേഷിക്കും, അവർ ചെയ്യും. ഞാൻ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിവിടെ പറഞ്ഞു, പക്ഷേ നിങ്ങൾ പറഞ്ഞതെല്ലാം പഴങ്കഥകളാണ്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പഴങ്കഥ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങാം. നിങ്ങൾ പറഞ്ഞ ശ്രീ MN വിജയൻ്റെ ഒരു കഥയെക്കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. MN വിജയൻ്റെ കോട്ടയ്ക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ MN വിജയൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ഏതെങ്കിലും ഒരു കൊട്ടാരം പണിതുയർത്താൻ ശ്രമിച്ചാൽ അടിത്തട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. എന്നാൽ അത് പൊളിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പൊളിച്ചെടുക്കാൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മുകളിൽ ഏറ്റവും മേൽക്കൂരയിൽ നിന്ന് തന്നെ പൊളിക്കണം. അദ്ദേഹം നിർത്തിയിട്ട് ഇത്രയും കൂടി പറഞ്ഞു, ഒരാൾ വിഗ്രഹ ഭഞ്ജനത്തിനാണ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ തലയിൽ തന്നെയാണ് അടിച്ചു പൊട്ടിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. ആരാണ് തലയെന്നും ആരാണ് വിഗ്രഹമെന്നും ആരാണ് പൊട്ടിക്കേണ്ടതെന്നും കാലം വിലയിരുത്തട്ടെ. ഇവിടുത്തെ പ്രശ്നം എന്താണ് സാർ? നിങ്ങൾ ആരെയാണ് സാർ ഇതൊക്കെ പറയുന്നത്? പ്രിയപ്പെട്ട ഇടത് സഹയാത്രി, ഇടതുപക്ഷത്തിന്റെ പിന്നെ ചാനലിലെ പിന്നെ വക്താവിനോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ പോട്ടെ DYFI-കാരനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ആത്മരോഷമുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഒന്ന് ക്ലിഫ് ഹൗസിലേക്ക് പോകും. ആ പിണറായി വിജയന്റെ മുമ്പിൽ പോയിട്ട് പറ, മകളെ രക്ഷിക്കാൻ വേണ്ടി RSS-മായിട്ടും ADGP-മായിട്ടും ഒത്തുകളിച്ചുകൊണ്ട് പൂരം കലക്കുന്ന ഏറ്റവും വലിയ പാറമേക്കാവിൻ്റെയും അതുപോലെ തന്നെ കണിമംഗലം ശാസ്താവിൻ്റെയും പ്രാക്ക് കിട്ടിയ, അല്ലെങ്കിൽ അവരുടെ ശാപം കിട്ടിയ ജന്മവും പേറിക്കൊണ്ട് ഞങ്ങളെ എന്തിനാണ് സാർ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ചോദിക്ക്. മകളുടെ മാസപ്പടി കേസിനെ കുറിച്ച് ചോദിക്ക്. PV അൻവർ ഉയർത്തി പോലെ മാഫിയാവൽക്കരണത്തെ കുറിച്ച് ചോദിക്ക്. കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പങ്കുപറ്റുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് ചോദിക്ക്. ഇതൊന്നും ഞങ്ങൾ പറഞ്ഞല്ലോ. ഇനി അതിനൊന്നും കഴിഞ്ഞില്ലെങ്കിലോ റൂമിനകത്ത് കയറി ഒന്ന് കഥപടച്ചിട്ട്, കുളിമുറിയിൽ കയറി കഥപടച്ചിട്ട് വെള്ളവും തുറന്നു വിട്ടിട്ട് ഒന്ന് പൊട്ടിക്കരഞ്ഞ് മുദ്രാവാക്യം എന്തിനായിരിക്കാം അങ്ങ് പറഞ്ഞ ആരോപണം അനുസരിച്ചാണെങ്കിൽ പോലും എന്തിനായിരിക്കാം ഞാൻ അതിലേക്ക് വരാം. ഒറ്റ കാര്യം, നിങ്ങൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ K. സുധാകരനെ കോട്ട് ചെയ്തു, VD സതീശനെ കോട്ട് ചെയ്തു, നല്ലതാണ് സാർ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചുകൊള്ളുക, 1977 കൂത്തുപറമ്പിൽ ശ്രീ KG മാരാരോടൊപ്പം ചേർന്നുകൊണ്ട് ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച നേതാവിന്റെ പേര് VD സതീശനെന്നോ K. സുധാകരനെന്നോ എന്നല്ല. ആ നേതാവിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. 77 കൂത്തുപറമ്പിൽ ജനസംഘവുമായിട്ട് ചേർന്നുകൊണ്ട് മത്സരിച്ച നേതാവിന്റെ പേര് നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് അല്പമെങ്കിലും അന്തസ്സുണ്ടായിരുന്നെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ വൈദേഹം റിസോർട്ടിനെ കൊണ്ടുവന്ന് നിരാമയ എന്ന BJP-യുടെ ചന്ദ്രശേഖരന്റെ നിരാമയുമായിട്ട് ലയിപ്പിക്കാൻ ബിസിനസിന്റെ പങ്കാളിത്ത കച്ചവടം നടത്തുമ്പോൾ സഖാവേ, RSS BJP നേതാവുമായിട്ട് ബിസിനസ് ബന്ധം വേണ്ട കേട്ടോ എന്ന് പറയാനുള്ള ഒരു ആർജവം ഒരു DYFI-കാരുണ്ടായോ? നിങ്ങൾ എന്തിനാ EP ജയരാജനെ പുറത്തെറിഞ്ഞത്? BJP-യുടെ ജാവദേക്കറെ കണ്ടു എന്ന് പരസ്യമായി ഇലക്ഷൻ സമയത്ത് പിന്നെ വിളിച്ചു പറഞ്ഞ EP ജയരാജനേക്കാളും വലിയ RSS ആരാ? പറയും. നിങ്ങൾക്കറിയോ, ഒരു ADGP RSS-നെ നേരിട്ട് കണ്ടു എന്ന് കാണുന്ന തെറ്റൊന്നുമില്ല, നിയമപരമായിട്ട് തെറ്റൊന്നുമില്ല, അത് രാഷ്ട്രീയമേ ഉള്ളൂ, രാഷ്ട്രീയ തെറ്റുകൾ ഉണ്ടാവാം. പക്ഷെ ഒരു കാര്യം, RSS-ന്റെ രണ്ടാമത്തെ ആളിനെ ഞാൻ കണ്ടു എന്ന് പരസ്യമായി സമ്മതിച്ച, ലോഗ് ബുക്കുകളും യൂണിഫോമും അതുപോലെ തന്നെ ഔദ്യോഗിക കാർ മേടിച്ച് കണ്ടു എന്ന് സമ്മതിച്ച, രാമാധവനെ കണ്ടു എന്ന് സമ്മതിച്ച ADGP-യെ മാറ്റാൻ നിങ്ങൾക്ക് കാല് വിറക്കുന്നുണ്ടല്ലേ, നാവ് വിറക്കുന്നുണ്ടല്ലേ? എന്താ നിങ്ങൾക്കോ EP ജയരാജനുള്ള വിലയെങ്കിലും EP ജയരാജന് ഈ പറയപ്പെടുന്ന ചന്ദ്രശേഖരന്റെ പകുതി വില നിങ്ങൾ കൽപ്പിക്കുന്നുണ്ടോ? ഇനി ഒരു കാര്യം കൂടി നിങ്ങളടുത്ത് പറഞ്ഞു തരാം. നിങ്ങളുടെ SFI നേതാവ്, DYFI നേതാവല്ലേ, ഈ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ കണ്ണൂരിലെ തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജിൽ
RSSന്റെ ഗോൾവാൾക്കറുടെ ബെഞ്ച് ഓഫ് തോട്ട്സ് 1000 പ്രസംഗങ്ങൾ പഠിക്കാൻ സിലബസിൽ ഏർപ്പെടുത്തി കൊടുത്ത നേതാവിന്റെ പേര് സുധാകരൻ എന്നല്ല, വി ഡി സതീശൻ എന്നല്ല. അത് പിണറായി ഒരു കാര്യം കൂടി എന്തിന് പൂരം കളിക്കുന്നതാണ്, അതൊരു ഉപചോദ്യമായിരുന്നു. എന്തിന് പൂരം കളിക്കുന്നതാണ്? ഈ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടവരുടെയും ധർമ്മരാജന്റെയും തൃശ്ശൂരിലെ ഓഫീസ് സെക്രട്ടറിയെയും സാക്ഷിയാക്കി കൊടുത്ത് നിങ്ങൾ ഒതുക്കി കൊടുത്തൊരു കേസുണ്ട്, കൊടകര കുഴൽപ്പണ കേസ്. ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്കറിയാം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അകത്ത് കിടന്നതിനെ സാക്ഷിയാക്കി കൊടുത്ത് സഹായിച്ചു. എന്തിനറിയോ? കരിവണ്ണൂർ ഒതുക്കാൻ, മകൾക്ക് മാസപ്പടി കേസ് ഇത് രക്ഷപ്പെടാൻ, SFIS ഇത് രക്ഷപ്പെടാൻ. സുരേന്ദ്രൻ പ്രതിയായ പൂക്കൂടയിൽ പണം കടത്തിയ കേസ് അറസ്റ്റ് ചെയ്ത് ഒഴിവാക്കി കൊടുത്തു, സംരക്ഷിച്ചു. ആർക്ക് വേണ്ടിയിട്ടെന്നറിയോ? RSSനെ സഹായിക്കാൻ. എന്റെ പൊന്നു സഹോദര, നിങ്ങളുടെ മുഖ്യമന്ത്രി നിങ്ങളുടെ EP ജയരാജൻ RSS ആണ്, നിങ്ങളുടെ അജിത് കുമാർ എന്ന് പറയുന്ന ADGP RSS ആണ്. RSS ആണ് പോലീസ് ഭരിക്കുന്നത്. അത് തുറന്നു പറയാം. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ശ്രീ ജെക്സി തോമസ്, അതായത് പാർട്ടിക്കെതിരെ, ചെങ്കൊടിക്കെതിരെ ഒക്കെ PV അൻവർ പരാമർശം നടത്തുന്നു എന്നുള്ളതാണ് പാർട്ടിയുടെ, അതായത് പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. പക്ഷെ PV അൻവർ എപ്പോഴും പറയുന്നത് പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത്, അണികൾക്ക് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞാൽ എങ്ങനെയാണത് പാർട്ടിക്കെതിരെ ആകുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും, അതായത് കോൺഗ്രസിന്റെയും BJPയുടെയും ബഹുമാനികളായ നമ്മുടെ സഹപാനലിസ്റ്റുകൾ ദീർഘസമയം എടുത്തുകൊണ്ട് അവരുടെ സഹജമായ ശൈലിയിൽ തന്നെ പാതിബന്ധ നുണകളുടെ ഒരു പ്രവാഹം അതിനവർ നേതൃത്വമായി. എന്തായാലും അവർക്ക് അത്ര ആകെ കിട്ടിയ സമയം അങ്ങ് എനിക്ക് അനുവദിച്ച് നൽകണ്ട. അവർക്ക് രണ്ടാൾ കൂടെ കൊടുത്ത സമയത്തിന്റെ പകുതി എനിക്ക് അങ്ങ് നൽകിയാൽ മതി. BJP പ്രതിനിധി ആദ്യമായി തന്നെ എന്തായാലും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കൊല ചെയ്യപ്പെട്ട MLA, അത് ഇപ്പോഴത്തെ ഇതേ നിലമ്പൂർ മണ്ഡലത്തെ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രതിദാനം ചെയ്ത സഖാവ് കുഞ്ഞാലിയാണ് എന്നുള്ള സത്യത്തെ അംഗീകരിച്ചല്ലോ. ഞങ്ങൾക്ക് അത്രയും സന്തോഷം. എന്നിട്ട് പറഞ്ഞത് എന്താണ്? ആ കേസിലെ പ്രതിപ്പട്ടികയിൽ ആദ്യമായി ജയിലിൽ പോകേണ്ട വന്ന അന്നത്തെ കോൺഗ്രസ് നേതാവും മന്ത്രിയുമൊക്കെയായി പിന്നീട് മാറിയ ആര്യാടൻ മുഹമ്മദിനെ 980-ൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചു എന്നുള്ളതാണ്. അതെ, ഞങ്ങളുടെ പ്രശ്നം വ്യക്തിപരമല്ല. എന്തുകൊണ്ടായിരിക്കാം കുഞ്ഞാലിയെ കൊന്നുകളയാൻ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് പ്രതിനിധികളുടെ പൂർവികർ തോക്ക് കൊടുത്തയച്ച് വിജയിച്ച ജനപ്രതിനിധിയെ MLA കൊന്നുകളയാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ്? അത് രാഷ്ട്രീയമായ വിരോധമാണ്, വ്യക്തിപരമായ പ്രശ്നമല്ല. കാശ് കടം കൊടുത്തിട്ട് തിരികെ കിട്ടാത്ത പ്രശ്നത്തിന്റെ പേരിലല്ല, അതിർത്തി തർക്കത്തിൽ മതിൽ മാറിയതിന്റെ പ്രശ്നത്തിന്റെ പേരിലല്ല സഖാവ് കുഞ്ഞാലിയെ കോൺഗ്രസുകാർ കൊലപ്പെടുത്തിയത്. അത് രാഷ്ട്രീയമായിരുന്നു. RSS ഇന്ത്യയിൽ എല്ലാവരെയും കൊന്നുകളഞ്ഞിട്ടുള്ളതുപോലെ രാഷ്ട്രീയം കൊണ്ടും മാത്രമാണ് സഖാവ് കുഞ്ഞാലിയെ നിലമ്പൂരിന്റെ മണ്ണിൽ കോൺഗ്രസുകാർ കൊന്നുകളഞ്ഞത്. ഞങ്ങൾ തിരികെ ഒരാളെ കൊന്നിട്ടില്ല നിലമ്പൂരിൽ. പക്ഷെ പ്രത്യേകത എന്താണ്? അതുകൊണ്ട് ആ രാഷ്ട്രീയത്തെ തോൽപ്പിക്കാൻ ആ കൊലപാതകി ഉൾപ്പെടുന്ന സംഘം രാഷ്ട്രീയ മാനസാന്തരം കൊണ്ട് ഇടതുപക്ഷത്തേക്ക് വന്നോ? ആ കൊലപാതകിയെ കൊണ്ട് സഖാവ് കുഞ്ഞാലിയുടെ കൊടി ഞങ്ങൾ പിടിപ്പിച്ചു. സഖാവ് കുഞ്ഞാലിയെ കൊന്നുകളഞ്ഞവരെ കൊണ്ട് സഖാവ് കുഞ്ഞാലിയുടെ പ്രസ്ഥാനത്തിന് വേണ്ടി മുദ്രാവാക്യം ഞങ്ങൾ വിളിപ്പിച്ചു. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നയം, അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സമീപനം. നിങ്ങൾക്ക് വിളിക്കേണ്ട നയം വന്നിട്ടില്ലേ? അങ്ങേക്കറിയില്ലേ? അങ്ങേക്കാൾ തലപ്പൊക്കമുള്ള RSSനകത്തെ നേതാക്കന്മാരായിരുന്നല്ലോ OK വാസുവും A അശോകനും ഒക്കെ. സുധീഷ് മിനിയാരായിരുന്നു, അശോക് മോച്ചിയാരായിരുന്നു, കുത്തബ്ദീൻ അൻസാരിയും അശോക് മോച്ചിയും ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നില്ലേ? എന്നെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചവരെ കൊണ്ട് ഞാൻ എന്നെ മന്ത്രിയാക്കിപ്പിച്ചു എന്ന്. ഞാൻ അങ്ങനെ ഇടപെടുന്നതിൽ ഒരു മര്യാദ കുറവുണ്ട്. ഞാൻ അങ്ങോട്ട് പല ആവർത്തി സൂചിപ്പിച്ചതാണ്. എന്തുകൊണ്ടോ എന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്താനായിരിക്കാം. ആയിക്കൊള്ളട്ടെ, അങ്ങ് ഇടപെട്ടുകൊള്ളാം. അത് ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് അനിവാര്യമായ ഒരു ദുരന്തമായി കണ്ടിട്ടാണ് ഇത്തരം ഏർപ്പാടുകൾ പങ്കെടുക്കാൻ ഇങ്ങോട്ട് വരാറുള്ളത്. അപ്പോൾ അങ്ങ് മാത്രമല്ല, ഈ OK വാസു എങ്ങനെയാണ് മലബാർ ദേവസ്വത്തിന്റെ പ്രസിഡന്റായില്ലേ? നിങ്ങളുടെ കൂടെ ഞങ്ങളുടെ സഖാക്കളെ കൊന്നടക്കാൻ നടന്ന പ്രവർത്തകനാണ്. പക്ഷെ എന്ത് ചെയ്തു? RSSന്റെ കൊടി ഉപേക്ഷിച്ച് ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളുടെ കൊടിക്ക് മുദ്രാവാക്യം വിളിപ്പിച്ചു. ഞങ്ങളുടെ പ്രവർത്തകരുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ മുദ്രാവാക്യം വിളിപ്പിച്ചു. A അശോകൻ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയില്ലേ? എങ്ങനെയാണ്? RSSന്റെ കൂടെ നടന്ന വർഗീയവാദിയായി നടന്ന മനുഷ്യനാണ്. ആ കൊടി ഉപേക്ഷിച്ച് വന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് സിന്ദാബാദ് വിളിപ്പിച്ചു. ഞങ്ങൾ തിരിച്ചു കൊല്ലാൻ നടന്നവരല്ല. സുധീഷ് മിന്നി വന്നില്ലേ? OK വാസു വന്നില്ലേ? A അശോകൻ വന്നില്ലേ? അങ്ങനെ എത്ര പേർ വന്നിട്ടുണ്ട്? അപ്പോ എങ്ങനെയാണ് BJP പ്രതിനിധി ഇതിനെയൊക്കെ കാണുന്നത്? അയ്യോ, RSS ആയി CPMനെ കൊന്നുകളയാൻ നടന്നവരെയൊക്കെ സ്വീകരിച്ചു. ആ പാർട്ടിയുടെ അപജയം. അങ്ങനെയാണ് ഇത്തിരി വട്ടമുള്ള വിശാലമായ ചിന്തയും ലോകവും ഓർത്തെടുക്കാൻ കഴിയാത്തവർക്ക് അങ്ങനെ തോന്നാം.
അങ്ങയുടെ രാഷ്ട്രീയം അങ്ങനെ ചിന്തിക്കാനാണ് പര്യാപ്തമാക്കിയിട്ടുള്ളത്. എനിക്ക് സഹതപിക്കാൻ മാത്രമേ മാർഗമുള്ളൂ. പിന്നെ ഞാൻ മാത്രമല്ല ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങയുടെ നിരുപാധികം പറഞ്ഞു, എനിക്കത് അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും അങ്ങ് കുഞ്ഞാലിയുടെ കൊലപാതകയെക്കൊണ്ട് ഞങ്ങളുടെ കൊടി പിടിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചതാണ്. ആര്യാടൻ ഒരുപക്ഷെ അന്ന് ചിന്തിച്ചിട്ടുണ്ടാകുമോ എന്നെ ജയിലിൽ അയക്കാൻ ശ്രമിച്ചവർക്ക്, എന്നെ കേസിൽ പെടുത്താൻ ശ്രമിച്ചവരെ കൊണ്ട് ഞാൻ എന്നെ മന്ത്രിയാക്കിപ്പിച്ചു എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെ മറുപടി പറയാൻ കഴിയുമെങ്കിൽ ഒക്കെ ശരി. ഈ കാര്യം ഒന്ന് പറയണേ. അതായത് ആവർത്തിച്ച് അൻവർ ആരോപണം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ്, പി ശശിക്കെതിരെയാണ്, ADGPക്കെതിരെയാണ്. അതെങ്ങനെയാണ് പാർട്ടിക്കെതിരെയാകുന്നത്? പാർട്ടിയല്ലേ മുഖ്യമന്ത്രിയാക്കിയത് എന്നാണ് ചോദിച്ചത് അൻവർ. അല്ല, ഒരു ചോദ്യം ചോദിക്ക്. ആര്യാടൻ ചെങ്കൊടി പിടിച്ചു നിൽക്കുന്ന ഒരു പടം ഒന്ന് കാണിക്കാൻ പറയും. ഇത് ചോദിക്ക്. ആര്യാടൻ ചെങ്കൊടി പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രം കാണിക്കാൻ പറ്റുമോ? ഇടപെടുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി എന്ന് പറയുന്നത്. ആര്യാടൻ ചെങ്കൊടി പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രം ആർക്കൈവിൽ നിന്ന് എടുത്ത് കാണിക്കാൻ പറ്റുമോ? ഇടപെട്ടില്ലേ? അങ്ങയുടെ വ്യക്തിപരമായ അഭിപ്രായം അങ്ങ് ഇടപെട്ടില്ലേ? എന്ത് പൊട്ടത്തരം പറയാം. ഇടതുപക്ഷ പ്രതിനിധി സംസാരിച്ച് തുടങ്ങുമ്പോൾ 2-3 തവണയെങ്കിലും ഏറ്റവും കൂടുതൽ ഇടപെടണം, അവരുടെ ഒഴുക്ക് നിർത്തണം. അങ്ങേക്ക് നിർദ്ദേശം ഉണ്ടായിരിക്കാം, അങ്ങ് നടപ്പിലാക്കിക്കോ. അങ്ങയിൽ നിന്ന് വ്യത്യസ്തമായ യാതൊരു വ്യാമോഹവും യാതൊരു അസാധാരണമായ മര്യാദയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ BJP പ്രതിനിധിയുടെ ഒരു വാദത്തിന് മറുപടി പറയുമ്പോൾ തന്നെ 3 തവണ ഇടപെടുന്നത് ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ മര്യാദയുള്ളതാണോ എന്ന് അങ്ങ് ചിന്തിച്ചു കൊള്ളണം. ജെക്സി തോമസ്, ഞാൻ ഒരു കാര്യം ചോദിച്ചു, അങ്ങോട്ട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ചോദിച്ചത്. മാത്രമല്ല ശ്രീ BR ഷഫീർ ഇടപെടുമ്പോൾ ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു, അങ്ങേക്ക് ഇത് പൂർത്തിയാക്കാം. എനിക്ക് അത്തരത്തിലുള്ള ഒരു അജണ്ടയും ഇല്ല ശ്രീ ജയ്ക്ക്. അങ്ങനെ പറഞ്ഞു വെക്കല്ലേ പ്ലീസ്. ദയവേത് ശ്രീ ജെക്സി തോമസ് പൂർത്തിയാക്കും. ഞാൻ വേണ്ടില്ല പരമാവധി. പിന്നീട് അദ്ദേഹം സൂചിപ്പിച്ചു വന്നത് എന്താണ്? പിന്നീട് അദ്ദേഹം ഈ ആര്യാടൻ മുഹമ്മദിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾക്ക് ശേഷം അദ്ദേഹം സൂചിപ്പിച്ചു എന്താണ്, പോലീസിന് എന്താണ് സ്വർണ്ണക്കടത്ത് പിടിക്കാൻ അവകാശം എന്നുള്ളത്. അങ്ങ് IPC വായിക്കണമെന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല. പക്ഷെ ഏറ്റവും കുറഞ്ഞത് BJP സർക്കാർ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഭാരതീയ ന്യായ സംഹിത അങ്ങൊന്ന് വായിച്ചു നോക്കണ്ടേ? നിങ്ങളുടെ ഗവൺമെന്റ് ഏകപക്ഷീയമായ വാശിയോട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതൊന്നല്ല BNS. 111(1) എന്താ പറയുന്നത്? മര്യാദയാണ്. ഞാൻ അങ്ങനെ പറയാത്ത കാര്യം പറഞ്ഞു പറയുന്നു. പോലീസിന് എവിടെ നിന്നാണ് ഫണ്ട് ഇത് ഒരുക്കി കൊടുക്കാൻ? കൊടുക്കും. ശരി ശ്രീ സന്ദീപ് വാര്യർ പ്ലീസ്. BJP പ്രതിനിധിയുടെ ആകെയുള്ള ആശങ്ക പോലീസിന് എങ്ങനെ തൊണ്ടിമുടൽ പിടിച്ചെടുക്കാനും അല്ലെങ്കിൽ സ്വർണം സാംശീകരിച്ചെടുക്കാനും കഴിയുമെന്നുള്ളതാണ്. സ്വർണ്ണക്കടത്തിനെ സംബന്ധിച്ചുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഗോൾഡ് സ്മഗ്ലേഴ്സ് പ്ലീസ് അലേർട്ട്, BNS is going to make it an organized crime. ആരാ വാർത്ത എഴുതിയത്? ടൈംസ് ഓഫ് ഇന്ത്യ ആണ്. പീപ്പിൾസ് ഡെമോക്രസിയോ ദേശാഭിമാനിയോ അല്ല. സൗകര്യം കിട്ടുമ്പോൾ BJP നേതാവ് ഭാരതീയ ന്യായ സംഹിത എങ്ങനെ പോലീസിന് സ്വർണ്ണക്കടത്ത് സംഘടിത കുറ്റകൃത്യമാക്കുന്നതിലൂടെ മുൻകൂട്ടി പിടിക്കാനും സംഘങ്ങളെ നിയന്ത്രിക്കാനും പിടിച്ചെടുത്ത തൊണ്ടി മുതൽ സാംശീകരിക്കാനുമുള്ള അവകാശം എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് BJP നേതാവ്, ഞാൻ അഭിഭാഷക പണ്ഡിതനോ നിയമപണ്ഡിതനോ ഒന്നുമല്ല, പക്ഷെ സൗകര്യം കിട്ടുമ്പോൾ നിങ്ങളുടെ സർക്കാർ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ച BNS-ലെ 111(1) 111(7) വകുപ്പുകൾ അങ്ങ് സൗകര്യം കിട്ടുമ്പോൾ അത് പരിശോധിച്ച് പഠിച്ചാൽ മതി. എനിക്ക് വാശിയില്ല, എനിക്ക് നിർബന്ധമില്ല. അപ്പോൾ അങ്ങേക്ക് മനസ്സിലാകും ഈ കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും നടത്തുന്ന സംഘങ്ങളെ പിടികൂടാൻ ഇന്ത്യയിലെ സംസ്ഥാന പോലീസിന് BNS എന്തെങ്കിലും പ്രത്യേക അധികാരം നൽകിയിട്ടുണ്ടോ? അങ്ങേക്ക് മനസ്സിലാകും. കോൺഗ്രസ് അങ്ങയുടെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? എന്റെ ചോദ്യം പോലും മറന്നു പോകാൻ തരത്തിൽ അങ്ങ് വഴിവിട്ടു പോയി എന്നുകൂടി അങ്ങ് ശ്രദ്ധിക്കുമല്ലോ. എന്റെ ചോദ്യം, മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ പാർട്ടിക്കെതിരെ ആരോപണം എങ്ങനെയാണെന്നാണ്? ഏത് ഘട്ടത്തിലാണ് വഴിവിട്ടു പോയെന്ന് അങ്ങ് സൂചിപ്പിച്ചാൽ മതി. ഞാനൊരു ചോദ്യം 2 തവണ ആവർത്തിച്ച് ചോദിച്ചിട്ട് അതങ്ങ് മറന്നുപോയാൽ ആ വിഷയത്തിൽ നിന്ന് വഴി മാറിപ്പോയിട്ടല്ലേ? അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ല, വിഷയത്തിൽ നിന്ന് വഴിമാറിപ്പോയി ഞാൻ പറഞ്ഞ ഒരു വാചകം അങ്ങ് ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ തിരുത്താം. അയ്യോ, ഞാൻ ഈ ചർച്ചയിൽ അങ്ങയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അങ്ങ് ആ ചോദ്യം തന്നെ മറന്നു പോകുന്നു. അങ്ങ് ഏതാണ്ട് 5-6 മിനിറ്റ് സംസാരിച്ചിട്ടും ചോദ്യം തന്നെ മറന്നു പോകുന്നു. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ അത് പാർട്ടിക്കെതിരായ ആരോപണമാവുന്നത് എങ്ങനെയാണ്? പാർട്ടി സഖാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പോരിനിറങ്ങിയതെന്ന് PV അൻവർ ആവർത്തിക്കുമ്പോൾ 5ാമത്തെ തവണയാണേ.
ഓക്കെ, ആങ്കർ മനസ്സിലാക്കേണ്ടത് ആങ്കർ 1-to-1 ആയി ഡീൽ ചെയ്യുന്ന പോലെ ഒരേ സമയത്ത് ഒരാളെ അല്ല എനിക്ക് അഭിസംബോധന ചെയ്യേണ്ട വരുന്നത്. ആങ്കർ പറയുന്ന ചോദ്യങ്ങൾക്ക് പറയണം, ആങ്കറുടെ ഇടപെടലുകൾക്ക് മറുപടി പറയണം, കോൺഗ്രസ് പ്രതിനിധിയുടെ പച്ചക്കള്ളങ്ങളെ ഒന്നൊന്നായി തുറന്നു കാണിക്കണം, BJP പ്രതിനിധിയുടെ നൂറുകണക്കിന് പച്ചക്കള്ളങ്ങളെ ഓരോന്നായി തുറന്നു കാണിക്കണം. അങ്ങനെ പച്ചക്കള്ളങ്ങളെ കുറെ തുറന്നു കാണിക്കേണ്ട വരുമ്പോൾ ചിലപ്പോൾ ഒരു ചോദ്യം മറക്കാം. അത് ഏത് പൊന്നുതമ്പുരാനും മറക്കാം, ഏത് മാധ്യമ പ്രവർത്തകനും മറക്കാം. പിന്നെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുമ്പോൾ അതെങ്ങനെ പാർട്ടിക്ക് നേരെയുള്ള ചോദ്യമായി എന്നുള്ളതാണ് ആങ്കർ ന്യായമായ സംശയം, അല്ലെ? അല്ലെങ്കിൽ നിലമ്പൂർ MLA-യുടെ ചോദ്യം. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് കെട്ടിയിറക്കപ്പെട്ട രാഷ്ട്രീയ നിരപേക്ഷമായ ഒരു മനുഷ്യനല്ല, ഒരു മനുഷ്യ ശരീരവുമല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ദുരപതിഷ്ഠമായ പച്ചക്കള്ളങ്ങൾ പറഞ്ഞാൽ, തെറ്റായ പരാമർശങ്ങൾ നടത്തിയാൽ, നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞാൽ അത് പാർട്ടിയുടെ പ്രശ്നമാണ്. പിണറായി വിജയനെ ജനങ്ങൾക്ക് മുമ്പിൽ അവകാശിനാക്കാൻ ശ്രമിച്ചാൽ അത് ഞങ്ങളുടെ പ്രശ്നമാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിനെതിരെ കള്ളം പറഞ്ഞാൽ ഞങ്ങൾക്ക് പൊള്ളും, ഞങ്ങൾക്ക് നോവും, ഞങ്ങൾ തെരുവിലിറങ്ങും, ഞങ്ങൾ ആ നുണകളെ തുറന്നു കാട്ടും. അത് ആർക്കും ഏറ്റവും ഒടുവിലോ ആദ്യമോ കേരളം കേട്ടത്, അതായത് മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രി ആയതല്ല, അത് പാർട്ടിയാക്കിയതാണെന്ന് PV അൻവറാണ് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് അത് തന്നെയാണ് അങ്ങും ഇപ്പോൾ പറയുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് അത് അദ്ദേഹം പിണറായി വിജയൻ സർക്കാർ എന്ന് പറഞ്ഞതിന് ശേഷം മാധ്യമപ്രവർത്തകർ LDF സർക്കാർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ തിരുത്തി പറയുന്നുണ്ട്. ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടോ എന്ന് ഞാനങ്ങ് ചോദിച്ചു എന്നേ ഉള്ളൂ. ഒരു ഇടവേള കൂടി. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ സന്ദീപ് വാര്യർ, നിലമ്പൂരിൽ PV അൻവർ ഒരു പാർട്ടി പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ കേരള രാഷ്ട്രീയം എങ്ങനെയായിരിക്കും? കാരണം അൻവർ എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകർക്കും ന്യൂനപക്ഷത്തിനും നീതി കിട്ടുന്നില്ല ഈ ഭരണത്തിന് കീഴിൽ എന്നാണ്. ആ രണ്ട് വിഭാഗങ്ങളിൽ നിന്ന് CPM-ൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറായ ആളുകളെ ലക്ഷ്യമിട്ടൊരു രാഷ്ട്രീയ നീക്കം PV അൻവറുടെ ഭാഗത്തു നിന്ന് ദൃശ്യമാണോ? മാധു, അതിനു മുമ്പ് ഈ LDF-ന്റെ പ്രതിനിധി, CPM-ന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയട്ടെ. അദ്ദേഹം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പകുതി വെന്ത ക്യാപ്സ്യൂളുകളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, നിലമ്പൂരിലെ ആര്യാടൻ മുഹമ്മദിന്റെ ഈ കുഞ്ഞാലിയുടെ വധവുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, കുഞ്ഞാലി MLA ആയിരിക്കുമ്പോൾ കുഞ്ഞാലി അവിടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. കുഞ്ഞാലിയുടെ മരണമൊഴിയിൽ പറയുന്നത് എന്താണ്? ആര്യാടൻ മുഹമ്മദാണ് എന്നെ വെടിവെച്ചത് എന്നാണ് മരണമൊഴി പറയുന്നത്. ആ ആര്യാടൻ മുഹമ്മദ് ഒന്നാം പ്രതിയാണെന്ന് പറഞ്ഞ് 9 മാസക്കാലം ജയിലിൽ കിടന്നു. ആര്യാടൻ മുഹമ്മദിനെതിരായിട്ട് വലിയ തോതിൽ CPM-ന്റെ ഭാഗത്ത് നിന്ന് പ്രചരണം ഉണ്ടായി. ആര്യാടൻ മുഹമ്മദിനെ കൊലയാളി എന്ന് വിളിച്ചു. അതിനുശേഷം എന്താ ചെയ്തത്? ഇതേ ആര്യാടൻ മുഹമ്മദിനെ പിടിച്ചു കൊണ്ടുപോയി മന്ത്രിയാക്കിയതിനെയാണ് ഇവിടെ താത്വികമായിട്ട് അങ്ങ് അവലോകനം ചെയ്ത് കളഞ്ഞത്. ഞങ്ങൾ നോക്കൂ, ഒരു കൊലയാളിയെ, സഖാവിന്റെ കൊലയാളിയെ പോലും കൊണ്ടുവന്ന് ചെങ്കൊടി പിടിപ്പിച്ചത്. ചെങ്കൊടിയൊന്നും പിടിച്ചിട്ടില്ല. ആര്യാടൻ മുഹമ്മദ് ആന്റണിയുടെ കോൺഗ്രസിന്റെ ഭാഗമായി വന്ന് നാനാർ മന്ത്രിസഭയിൽ മന്ത്രിയായി എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി, അധികാരമുണ്ടാക്കാൻ വേണ്ടി ഒരു സഖാവിന്റെ, ഒരു മുൻ MLA-യുടെ സഖാവിന്റെ, ഇവരേറെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ആവേശത്തോടുകൂടി ഓർക്കുന്ന കുഞ്ഞാലി MLA-യുടെ കൊലയാളി എന്ന് വിളിക്കുന്ന ആളെ പോലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കൂട്ടുപിടിക്കാൻ നാണമില്ലാത്ത ആ രാഷ്ട്രീയ നിലപാടിനെയാണ് ഇവിടെ ഗ്ലോറിഫൈ ചെയ്തത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ? ഞങ്ങൾ പകരം കൊന്നിട്ടില്ല എന്നുള്ളത്. അതും അദ്ദേഹത്തിന് കാര്യം അറിയാത്തതുകൊണ്ടാണ്. ആര്യാടൻ ഈ കുഞ്ഞാലി വധത്തിന് പ്രതികാരമായിട്ട് അവിടെ ഗോപാലൻ എന്ന് പറയുന്ന ഒരാളെ ഇവർ തിരിച്ചു കൊന്നിട്ടുണ്ട്. ഒരു ഗോപാലിനെ ഇവർ തിരിച്ചു കൊന്നു അവിടെ. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം അദ്ദേഹം എന്താ പറഞ്ഞത്? ഭാരതീയ ന്യായ സംഹിത പ്രകാരം പോലീസിന് സ്വർണം പിടിച്ചെടുക്കാനും അത് ഉരുക്കാനും ഒക്കെ അവകാശം കൊടുക്കുന്നുണ്ട്. ഭാരതീയ ന്യായ സംഹിത അവകാശം കൊടുക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ ശരിയായിരിക്കാം. പക്ഷെ ഭാരതീയ ന്യായ സംഹിത ജൂലൈ 1, 2024 മുതൽ വന്നിട്ടുള്ള ന്യായ സംഹിത ഉപയോഗിച്ചുകൊണ്ട് 2023 നവംബർ മാസം ട്രാൻസ്ഫറായി ഇപ്പോൾ സുജിത് ദാസ് എങ്ങനെയാണ് സ്വർണം ഉരുക്കിയത് ഒന്ന് പറഞ്ഞു തരുമോ? 2023 സ്ഥലം മാറിപ്പോയ സുജിത് ദാസിന്റെ കീഴിലുള്ള ഡാൻസ് ഓഫ് എങ്ങനെയാണ് ആ കാലത്ത് മുഴുവൻ ഏത് നിയമം വെച്ചിട്ടാ ഈ സ്വർണ്ണം ഒരുക്കിയത്? എങ്ങനെയാണ് ഈ സ്വർണ്ണം ഒരുക്കാനുള്ള പണം ആര് കൊടുത്തു? എവിടുന്ന് പണം കിട്ടി? ഒന്ന് പറയാവോ? അപ്പൊ വെറുതെ ഈ അർദ്ധസത്യങ്ങളുണ്ടല്ലോ, പകുതി ബന്ധ ക്യാപ്സ്യൂൾ AKT സെന്ററിൽ വരുന്നുണ്ടെങ്കിൽ അതങ്ങനെ ചൂടോട് കൂടി വിഴുങ്ങി കഴിഞ്ഞാൽ അണ്ണാക്ക് പൊള്ളിപ്പോവും. ജയിക്കെ അണ്ണാക്ക് പൊള്ളിപ്പോവും. കൃത്യമായിട്ടുള്ള കാര്യം പറയണം. വിവരക്കട പറയുന്നത്. ചോദ്യം സംഭവിക്കുന്നുള്ള കാര്യം ആരുടെ അണ്ണാക്ക പൊള്ളുന്നത് നമ്മൾ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്, അൻവർ പാർട്ടി ഉണ്ടാക്കിയാൽ സംഭവിക്കാൻ പോകുന്നത്, അൻവർ പാർട്ടി ഉണ്ടാക്കിയാൽ ഇത്രയും കാലം മലപ്പുറം ജില്ലയിൽ CPM കോരിയ വെള്ളം മുഴുവൻ ന്യൂനപക്ഷ വോട്ടർപ്പിക്കാൻ വേണ്ടി അത് മുഴുവൻ ഒഴിച്ചു പോകാൻ പോവുകയാണ്. മതന്യൂനപക്ഷങ്ങളിൽ ഇവരുണ്ടാക്കിയ മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സ്വാധീനവും മലപ്പുറം മലബാർ മേഖലയിൽ നിന്ന് CPM-ന് ഇല്ലാതാവാൻ പോകുന്നത്.
അങ്ങനെയാണ് ബി ജെ പി വിചാരിക്കുകയും ചെയ്യുന്നത്. ശരി, എന്തായാലും ഇന്ന് എന്റെ സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. ശ്രീ സന്ദീപനോട് ക്ഷമിക്കണം, ഏറ്റവും കുറവ് സമയം അങ്ങയിലേക്കാണ് വന്നത്. എന്തായാലും ഒരു പൊതുസമ്മേളനം വിളിച്ചിട്ടുണ്ട് PV അൻവർ. ജനഹിതം അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആർജവം അതിൽ നിന്ന് സ്വാംശീകരിക്കാമെന്നാണ് PV അൻവർ ലക്ഷ്യമിടുന്നത്. അങ്ങനെയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ രാഷ്ട്രീയ ചുവടുവെപ്പുകൾക്ക് വരും ദിവസം സാക്ഷിയാകും. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്ക് പ്രേക്ഷകർക്ക്.